அப்ப நீ என்ன இங்கிருந்து எங்கேயும் போக விட மாட்ட? அயோக்கிய நாயே, உன்னை கொன்னு ஒரு ரத்தத்தை குடிச்சு உன்னை ஓங்காரம் അഞ്ജൂസിന്റെ ലൈഫിൽ കുറേ മാറ്റങ്ങൾ ബിഗ് ബോസ് കാരണം സംഭവിച്ചിട്ടുണ്ട്. ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നു, ബിഗ് ബോസ് കാരണം അത് പുള്ളിക്കാരിക്ക് നഷ്ടമായി. അറിഞ്ഞോ അറിയാതെയോ അതിനൊരു റീസൺ ഞാനായോ എന്നുള്ളൊരു തോന്നൽ എപ്പോഴും ഉണ്ട്. പക്ഷെ അഞ്ജു പുള്ളിക്കാരി ഭയങ്കര ട്രോമയിലൊക്കെ ആയിരുന്നു. ബിഗ് ബോസിൽ നിന്ന് പുറത്ത് വന്നതിന് ശേഷം ഭയങ്കര ഡിപ്രസ്ഡ് ഒക്കെ ആയിരുന്നു. ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ഞാൻ ഒരുപാട് റിക്കവർ ആവാൻ കുറച്ച് ടൈം എടുത്തു. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ലവ് സ്ട്രാറ്റജി എനിക്ക് അത്ര വർക്ക്ഔട്ട് ആവുന്ന പോലെ എനിക്ക് തോന്നിയിട്ടില്ല. എനിക്കത് വർക്ക്ഔട്ട് ആവും. ഞാൻ അതിലോട്ട് കയറുന്ന സമയത്ത് ഞാൻ ചെറിയൊരു ബ്രേക്കപ്പ് ആ രീതിക്കൊക്കെ ആയിരുന്നു. എല്ലാവരുടെ വീട്ടുകാരും വന്ന് വീഡിയോയിൽ വന്ന് ആശംസകളൊക്കെ പറഞ്ഞപ്പോൾ നാദിരയുടെ ഉമ്മ മാത്രമാണ് വാപ്പ അറിയാതെ ഫോൺ വഴിയിട്ട്. നാദിരയുടെ ഉമ്മ ആയതുകൊണ്ട് സങ്കടപ്പെട്ടിരുന്നെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ആ സങ്കടം ഉണ്ടായിരുന്നു. ഈ സീസൺ സത്യം പറഞ്ഞാൽ നാദിരയ്ക്കുള്ളതാണ്. കാരണം വീട്ടിൽ അക്സെപ്റ്റൻസ് കിട്ടുക എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും നമ്മുടെ വീട്ടുകാർ എന്ന് പറയുമ്പോൾ അതൊരു വേറൊരു ഇമോഷൻ തന്നെയാണ്. ബിഗ് ബോസിലൂടെ ഒരാളുടെ ലൈഫ് ചേഞ്ച് ആവുക. ട്രാൻസ്ജെൻഡേഴ്സിനെ കുറിച്ച് കുറെ തെറ്റായിട്ടുള്ള ധാരണകളൊക്കെ ഉണ്ട്. അപ്പൊ ആ രീതിക്ക് നാദിറ ഒരുപാട് കാര്യം മാറ്റിമറിക്കാനായിട്ട് നാദിറയെ കൊണ്ട് പറ്റി. ചട്ടമ്പിനാട്ടിലൊക്കെ ഉണ്ട് എന്നോട് പറഞ്ഞു. ചട്ടമ്പിനാട്ടില് പക്ഷെ ആ പാട്ട് കാണുമ്പോ മീനാക്ഷി കണ്ണടക്കരുത്. ഹഗീന്നൊരു ഒരു കുട്ടികള് അതിലുള്ള രാധ അല്ല ഇതല്ലല്ലോ അതിലുള്ള രാധയായിരുന്നു. കവി ഉദ്ദേശയിലുണ്ടായിരുന്നു. കിട്ടി കിട്ടി പാദസരം കിട്ടി എന്ന് പറയുന്നത് അത് ഞാനാണ്. സ്കൂളിലൊക്കെ പോയി എമ്മാതിരി ഷൈൻ ചെയ്യില്ലായിരുന്നു അറിയാം. അതായത് ആ സമയത്തൊക്കെ ഞാൻ തള്ളിനൊന്നും കണക്കില്ല. മമ്മൂക്കയെ കണ്ടു, മറ്റേ റായലക്ഷ്മി തൊട്ടു, പിടിച്ചു, സംസാരിച്ചു, ഫോട്ടോ എടുത്തു. ഹായ് ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു ജാങ്കോ സ്പേസ്. സോ ഇന്ന് ജാങ്കോ സ്പേസിൽ എൻ്റെ ഒപ്പമുള്ള ഗസ്റ്റ് ഒരു സുന്ദരി കുട്ടിയാണ് അല്ലേ. ബിഗ് ബോസിലൂടെയും മിനി സ്ക്രീനിലൂടെയും ഒക്കെ നമ്മുടെ മനസ്സ് കീഴ്പ്പെടുത്തി ഇപ്പോൾ ദാ ബിഗ് സ്ക്രീനിലേക്ക് ഒരു ചുവടുവയ്പ് നടത്തിയിട്ട് നമ്മുടെ മുമ്പിൽ ഇരിക്കുകയാണ് റനീഷ. ഹായ്, ഹലോ, വെൽക്കം ടു ജാങ്കോ സ്പേസ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബിഗ് ബോസിന്റെ ഒരു ഭയങ്കര ആർഡൻ ഫാൻ ആയിരുന്നു. അപ്പൊ ആ സമയത്ത് ഇങ്ങനെ ഷോ കണ്ടപ്പോൾ തൊട്ടിട്ട് നേരിൽ കാണണം ലൈക്ക് മനസ്സിൽ വിചാരിച്ചിരുന്ന ഒരാളാണ്. സന്തോഷം, ഒരുപാട് സന്തോഷം. So finally we met. അതെ, അതിനൊരു റീസൺ ആയത് എക്സിറ്റ് ആണ്. അപ്പോൾ റനീഷ is here to promote her latest film Exit. അവ സിനിമയിൽ തന്നെ തുടങ്ങിയിട്ട് ബാക്കി വിശേഷങ്ങളിലേക്ക് പോവാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് ശരിയാണോ? ബിഗ് സ്ക്രീനിലേക്കുള്ള ഒരു കാൽവയ്പാണ് പറയുന്നത്. എക്സിറ്റിലൂടെ ഒരു എൻട്രി. അതെ, എക്സിറ്റിലൂടെയാണ് എൻട്രി. ആക്ച്വലി ഞാൻ നേരത്തെ ഫിലിംസ് ചെയ്തിട്ടുണ്ട്, ലൈക്ക് കുഞ്ഞു കുഞ്ഞു റോൾസ് ഒക്കെ. പക്ഷെ ബിഗ് ബോസിന് ശേഷം ഇറങ്ങാൻ പോകുന്ന ഒരു മൂവി എന്ന് പറഞ്ഞു വെച്ചാൽ എക്സിറ്റ് ആണ്. മാർച്ചിലായിരിക്കും, March 1 ആയിരിക്കും റിലീസ്. അതെ, പക്ഷെ ഇത് ആക്ച്വലി ബിഗ് ബോസിന് മുന്നേ ചെയ്തു വെച്ചൊരു മൂവിയാണ്, ഫിലിമാണ്. ഓ അടിപൊളി. അത് മേ ബി ഇപ്പൊ തോന്നുന്നുണ്ടാവും, ഓ അന്നത്തെ സ്റ്റാർ വാല്യൂ ഇന്നത്തെ സ്റ്റാർ വാല്യൂ വ്യത്യാസമുണ്ട്, എനിക്ക് മേ ബി കുറച്ചും കൂടെ പേയ്മെന്റ് കൂട്ടി ചോദിക്കാം, അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടോ? ഇല്ല, ഇത് പേയ്മെന്റ് ബേസിസിലൊന്നും ചെയ്തൊരു മൂവി അല്ല. ആക്ച്വലി ഇതിന്റെ ഡയറക്ടർ ഷാനു എന്റെ ഫ്രണ്ടാണ്. ലൈക്ക് കുറേ വർഷത്തെ ഒരു സൗഹൃദമാണ്. അപ്പൊ അങ്ങനെയാണ് ഞാൻ ഈ മൂവിയിലോട്ട് എത്തുന്നത്. പിന്നെ ഇതിന്റെ സ്റ്റോറി പോലും അറിയാതെയാണ് ഞാൻ ഇത് കമ്മിറ്റ് ചെയ്യുന്നതും ചെയ്യുന്നതെല്ലാം. പക്ഷെ എല്ലാം കഴിഞ്ഞ് നമ്മുടെ ഇന്റർവ്യൂ സെഷൻ ആയപ്പോഴാണ് ഞാൻ പറഞ്ഞത്, ആ സ്റ്റോറി പറഞ്ഞിരുന്നു. നാളെ ഇന്റർവ്യൂവിന് പോകുമ്പോ എന്തെങ്കിലും പറയണ്ടേ എന്നുള്ള രീതിയിൽ ചോദിച്ചപ്പോഴാണ് സ്റ്റോറി പറഞ്ഞിരുന്നത്. അപ്പൊ ഒരുപാട് സന്തോഷമായി. കാരണം അപ്പോഴാണ് നമ്മൾ ഭയങ്കരമായിട്ട് കോൺഫിഡൻ്റ് ആവുന്നത്. അതുവരെ ഉള്ള കോൺഫിഡൻസ് എന്ന് വെച്ചാൽ ഫ്രണ്ടിന്റെ പ്രോജക്റ്റ്, അവൻ ഡയറക്റ്റ് ചെയ്യുന്ന ഒരു പ്രോജക്റ്റിൽ നമ്മളൊരു ഭാഗമാവുക, ആ ഒരു കോൺഫിഡൻസ് ആയിരുന്നു, നല്ലതായിരിക്കും എന്ന്. പക്ഷെ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷമായി. കാരണം എന്തായാലും മലയാള സിനിമയുടെ എന്താ പറയാ ഒരു ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ്, ട്രെൻഡ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതൊരു പ്രത്യേക ഒരു പുതിയൊരു ജോണർ തന്നെ ആയിരിക്കും. ഇപ്പം നേരത്തെ ഇതിൽ നോക്കിയെന്ന് വെച്ചാൽ നമ്മുടെ മിന്നൽ മുരളി അവിടെ നിന്നൊക്കെ നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയുടെ സ്കെയിൽ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം മലൈക്കോട്ടെ വാലിബനാവട്ടെ, ആടുജീവിതം ആയിക്കോട്ടെ, എല്ലാം പുതിയ ജോണേഴ്സ് ആണ് വരുന്നത്. അപ്പൊ പിന്നെ ഇൻഡസ്ട്രിയുടെ സ്കെയിലും അങ്ങനെ മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഇതുപോലെ എക്സിറ്റ് എന്ന് പറയുന്ന ഒരു മൂവി ഒരു സർവൈവൽ ത്രില്ലറാണ്. മാത്രമല്ല ഒരു തിയേറ്റർ എക്സ്പീരിയൻസ്, അത് നമ്മൾ തിയേറ്ററിൽ പോയി കണ്ടാൽ മാത്രമായിരിക്കും അതിന്റെ ഒരു ഫീല് നമുക്ക് കിട്ടുന്നത്. ഇപ്പൊ വേറെ മൂവീസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യൂഷ്വലി കാണുന്ന ഒരു പ്രേമം അല്ലെങ്കിൽ ഒരു കോളേജ് പരിപാടി അങ്ങനത്തെ അല്ലാതെ ഇത് പുതിയൊരു സംഭവമാണ്. ലൈക്ക് മറ്റുള്ള സിനിമ പോലെ
തിയേറ്ററിൽ പോപ്കോൺ ഒക്കെ കഴിച്ച് ഇടയ്ക്ക് വാട്സപ്പും ഇൻസ്റ്റഗ്രാമും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് അങ്ങനെ കാണാൻ പറ്റുന്ന ഒരു മൂവി അല്ല. ഒരു സെക്കൻഡ് സത്യം ഒരു ബ്രീത്തിങ് സ്പേസ് കിട്ടാത്തൊരു മൂവിയാണ്. കാരണം ഒരു സെക്കൻഡ് പോലും നമ്മുടെ സ്ക്രീനിൽ നിന്ന് കണ്ടെടുക്കാൻ പറ്റാത്ത രീതിയിലാണ് ഇത് മേക്ക് ചെയ്തിട്ടുള്ളത്. സോ അങ്ങനത്തെ ഒരു മൂവിയുടെ ഭാഗം അറിഞ്ഞോ അറിയാതെയോ കഥ പോലും അറിയാതെ നമ്മൾ ചെയ്തൊരു പ്രോജക്റ്റ് അത്രയും നല്ലൊരു പ്രോജക്റ്റ് ആണെന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാവില്ലേ? ആ സന്തോഷത്തിലാണ്. ആൻഡ് വെയിറ്റിംഗ് ഫോർ ദ റിലീസ്. മാർച്ചിലായിരിക്കും റിലീസ് ആവുന്നത്. ഇതിന്റെ ടീസർ ആണ് ഇപ്പൊ ഔട്ട് ആയിട്ടുള്ളത്. ടീസർ വന്നിട്ടുണ്ട്, ഗ്ലിംസും വന്നിട്ടുണ്ട്. അപ്പം ഇതിന്റെ ടീസർ കണ്ടപ്പോഴത്തേക്കും നമുക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഒരു സർവൈവർ ത്രില്ലർ ഫിലിമാണെന്ന് തോന്നി. അതുപോലെ തന്നെ വൈശാഖിന്റെ റോള്, വൈശാഖേട്ടൻ നമ്മളൊക്കെ നേരത്തെ കണ്ടിട്ടുള്ളത് കുപ്പി ഭയങ്കര ഒരു ജോവിയൽ. ഇപ്പം ഞാൻ നേരത്തെ ഒരു ഇന്റർവ്യൂല് ജാങ്കോ സ്പേസിന് വേണ്ടിയിട്ട് തന്നെ എടുത്തപ്പോ വൈശാഖേട്ടൻ എന്നോട് പറയുന്നു ഇതിനകത്ത് റോ മീറ്റ് ഒക്കെ കഴിച്ചിട്ടുണ്ട്. അതേപോലെ എന്തെങ്കിലും അനുഭവങ്ങൾ റിനീഷയ്ക്ക് ഇതിനകത്ത് എനിക്കല്ല, എനിക്ക് ആക്ച്വലി അവിടെ വൺ ഡേ ഷൂട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ കഥ വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇമ്പോർട്ടൻസ് ഉള്ള ക്യാരക്ടർ ആണെങ്കിൽ പോലും ഷൂട്ട് എന്ന് പറയുമ്പോൾ വൺ ഡേ, അതായത് മൂവിയുടെ സ്റ്റാർട്ടിങ്ങും അവസാനമാണ് എൻ്റെ പോർഷൻസ് വരുന്നത്. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ പ്രൊമോഷൻ്റെ ടൈമിലാണ് ഇതിൻ്റെ ബാക്കിൽ അസോസിയേറ്റ് ചെയ്തിട്ടുള്ളവർ എത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്, എത്രത്തോളം എഫേർട്ട് ഇട്ടിട്ടുണ്ട്, എത്ര ദിവസത്തെ ഹാർഡ് വർക്ക് ആണ്, ഡ്രീം ആണെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. വിശാഖ് ബ്രോ ഒന്നും പറയണ്ട. കാരണം ഞാൻ ഇടയ്ക്കൊക്കെ മൂവിയുടെ കുറച്ച് ക്ലിപ്സും കാര്യങ്ങളൊക്കെ എനിക്ക് കാണിച്ചായിരുന്നു. അസാധ്യ പെർഫോമൻസ് ആണ് ഇതിൽ ചെയ്തിട്ടുള്ള ഓരോരുത്തരും. വിശാഖ് ബ്രോയുടെ കാര്യം എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ പുള്ളി അനിമൽ ഫ്ലോ എന്നുള്ള ഒരു പ്രാക്ടീസ് സെഷൻ എല്ലാം കഴിഞ്ഞ്, അനിമൽ ഫ്ലോ എന്ന് പറയുന്ന ഒരു പ്രാക്ടീസ് സെഷൻ ഉണ്ട്, അതൊക്കെ ട്രെയിൻ ചെയ്ത് ലൈക്ക് അതിലെ ക്യാരക്ടർ വിശാഖ് ബ്രോയുടെ എന്ന് പറഞ്ഞാൽ ഒരു മെന്റലി റിട്ടയർഡ് ആയിട്ടുള്ള ഒരു 25 ഇയേഴ്സ് ഒരു വീട്ടിനകത്ത് അടച്ചിടപ്പെട്ട ഒരു വ്യക്തിയുടെ ഒരു അങ്ങനത്തെ ഒരു സംഭവമാണ്. അപ്പൊ പുള്ളി വളരുന്നതും പുള്ളി ഇമിറ്റേറ്റ് ചെയ്യുന്നതും നടക്കാൻ പഠിക്കുന്നതും കഴിക്കാൻ പഠിക്കുന്നതൊക്കെ അവിടെ കാണുന്ന പല്ലിയും പാറ്റിയും പൂച്ചയൊക്കെ കണ്ടിട്ടാണ്. അപ്പോൾ ആനിമൽ ഫ്ലോ പോലുള്ള അങ്ങനത്തെ പുള്ളി 4 കാലിലാണ് എൻറ്റയർ മൂവിയിൽ ചെയ്തിരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, അത്രയും ഹാർഡ് വർക്ക്, അത്രയും എഫേർട്ട് ഇട്ട് പുള്ളി കണ്ടംപററി ഡാൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് ഇതുപോലെ അനിമൽ ഫ്ലോ എന്ന് പറയുന്ന എന്തൊരു ട്രെയിനിങ് ആണ്, അതിനും പോയി. അങ്ങനെ ഒരുപാട് നാളത്തെ പ്രിപ്പറേഷൻ, ഒരുപാട് റെഫറൻസ് എല്ലാം എടുത്ത് ഇതെല്ലാം കീനായി വാച്ച് ചെയ്തിട്ടൊക്കെയാണ് ആ ഒരു ക്യാരക്ടർ പ്ലേ ചെയ്തത്. അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മളൊക്കെ ശിശു, ഞാൻ ഒരു ദിവസം ചെയ്ത് ടാറ്റാ ബൈ ബൈ ഒക്കെ പറഞ്ഞു പോയ ആളാണ്. പക്ഷെ ഇതിൽ ചെയ്ത വൈശാഖ് വിജയനുണ്ട്, ആഷ്ലിൻ ഉണ്ട്, ശ്രീറാം ഉണ്ട്, തമിഴ്നാട്ടിലെ നാഷണൽ അവാർഡ് വിന്നറൊക്കെയാണ് ശ്രീറാം. അപ്പൊ അവരൊക്കെ ഇതിലും മെയിൻ കഥാപാത്രമായിട്ട് ചെയ്ത് എൻറ്റയർ മൂവി ത്രൂ ഔട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ അവരൊക്കെ ചെയ്ത പെർഫോമൻസ് കാണുമ്പോൾ ഞാനൊക്കെ ഇതിങ്ങനെ ഇരിക്കായിരുന്നു ഗംഭീരമായിട്ട്. കാരണം നമ്മുടെ മൈൻഡിൽ വിശാഖ് ബ്രോനൊക്കെ ആനന്ദത്തില് കുപ്പി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മൈൻഡിൽ ഒരു ഇമേജ് ഉണ്ടാവുമല്ലോ. അതെ അല്ല, അത് കംപ്ലീറ്റ് അടിമുടി മാറ്റാൻ പോവാണ് എക്സിറ്റിലൂടെ വിശാഖ് ബ്രോയുടെ ഒരു ക്യാരക്ടർ. കാരണം പുള്ളിക്ക് അതിൽ ഡയലോഗ് ഇല്ല, പുള്ളിയുടെ ആക്ഷനിലൂടെയും ചെറിയ ചെറിയ സൗണ്ടിലൂടെയൊക്കെയാണ് ആ ഒരു ഇത് കമ്മ്യൂണിക്കേഷൻ. കാരണം പുള്ളിക്ക് സംസാരിക്കാൻ അറിയില്ല. അപ്പൊ അതിന്റെ മാനറിസം കംപ്ലീറ്റ് ഒരു എന്താ പറയാ മോട്ടിവേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അവിടെ കാണുന്ന പല്ലിയോ പാറ്റിയോ പൂച്ചയൊക്കെ ആയിരിക്കും. അങ്ങനെയാണ് അത് കണ്ടിട്ടാണ് വിശാഖ് ബ്രോയുടെ ക്യാരക്ടർ ഇങ്ങനെ വളരുന്നതും അറ്റാക്ക് ചെയ്യുന്നതും എല്ലാം. കംപ്ലീറ്റ് വയലൻസ് ആണ് പടം. എക്സിറ്റ് കംപ്ലീറ്റ് ഒരു സർട്ടിഫിക്കേഷൻ പരിപാടികളൊക്കെ കഴിഞ്ഞ സിനിമയുടെ ഈ സർട്ടിഫിക്കറ്റ് തന്നെയാണ്. കാരണം കംപ്ലീറ്റ് വയലൻസ് ആയത് കാരണം, അതായത് സെക്ഷൽ കോണ്ടന്റ്സ് ഒന്നും അല്ല, പക്ഷെ ബ്ലഡ്, ഡാർക്ക് മോഡ്, അങ്ങനത്തെ ഒരു സംഭവം ആയിരിക്കും ഒരു സർവൈവൽ ത്രില്ലർ. പക്ഷെ ഫുള്ളി പാക്ഡ് ആയിരിക്കും, നല്ലൊരു എന്റർടൈനർ ആയിരിക്കും. പൊതുവേ നമുക്കിപ്പോ എക്സിറ്റിൽ ഞാൻ ചെയ്തത് വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നത് എന്താന്ന് വെച്ചാൽ, ഒരു നോർമൽ സിനിമ ഞാൻ പറഞ്ഞില്ലേ, ഒരു ക്യാമ്പസ് അല്ലെങ്കിൽ ഒരു പ്രണയം അങ്ങനത്തെ ഒരു സംഭവം അല്ലാതെ പൊതുവേ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് ലൈക്ക് ഒരു സ്ത്രീകൾക്ക് പൊതുവെ വയലൻസ് പേടിയാണ്, ബ്ലഡ് കാണുന്നത് അതൊരു പേടി ഇതാണ്, പ്രത്യേകം താല്പര്യമില്ല എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ അങ്ങനത്തെ ഒരാളല്ല. അപ്പൊ എന്നെ പോലെ വിചാരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. ഇഷ്ടമാണ്, ത്രില്ലർ അല്ലേ, ഒരു ആക്ഷൻ ഉണ്ട്, ത്രില്ലിംഗ് ആണ്, പിന്നെ അതുപോലെ തന്നെ ഒരു സർവൈവൽ ത്രില്ലർ. നമുക്ക് ഒരു സെക്കൻഡ് പോലും മാറ്റാൻ പറ്റില്ല എങ്ങനെയാണ് അവിടെ നിന്ന് രക്ഷപ്പെടുന്നത്. നമ്മൾ അത് ഭയങ്കരമായിട്ട് ഒബ്സർവ് ചെയ്തിരുന്ന്, അതാ ഞാൻ പറഞ്ഞ പോപ്കോൺ കഴിച്ചുകൊണ്ടിരുന്ന് കാണാൻ പറ്റുന്ന ഒരു സിനിമയല്ല. മാത്രമല്ല എക്സിറ്റ് എല്ലാവരുടെയും ഒരു കപ്പ് ഓഫ് ടീ ആണെന്ന് ഞാൻ പറയുന്നില്ല. ചിലപ്പോ അതിനോട് താല്പര്യം, ഞാൻ പറഞ്ഞല്ലോ കുറച്ച് പേർക്കെങ്കിലും അതിനോട് പേടി
പേടിയോ താല്പര്യക്കുറവോ ഉണ്ടാവും, പക്ഷെ കുറെ പേർക്ക്. അപ്പോൾ അതുപോലെ സ്ത്രീകൾ അങ്ങനെ ഒരു ടോക്ക് മാറ്റിയെടുക്കാൻ ഉറപ്പായിട്ടും എക്സിറ്റിനെ കൊണ്ട് കഴിയുമെന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ റെനിഷയുടെ ബിഗ് സ്ക്രീനിലേക്കുള്ള ഒരു വലിയ എൻട്രി മാർക്ക് ചെയ്യുന്ന ഒരു ഫിലിം എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ എക്സിറ്റിനെ വിളിക്കാവുന്നതാണ്. അതെ, അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. അപ്പൊ ഫസ്റ്റ് ഫിലിം തന്നെ ഇപ്പൊ നേരത്തെ പറഞ്ഞു എല്ലാവരുടെയും കപ്പ് ഓഫ് ടീ അല്ല, ഒരുപാട് ബ്ലഡും വയലൻസും ഡാർക്ക് മോഡും സംഭവങ്ങളൊക്കെ ഉണ്ട്, എ സർട്ടിഫിക്കേഷൻ ആണ് അതുകൊണ്ട് കിട്ടിയിരിക്കുന്നതെന്നും പറഞ്ഞു. അപ്പൊ തോന്നുന്നുണ്ടോ എപ്പോഴെങ്കിലും കുറച്ചൊരു ക്യൂട്ട് റൊമാൻറ്റിക് നായികയുടെ സാധനമൊക്കെ ആയിട്ട് എനിക്ക് വരായിരുന്നു എന്നുള്ളൊരു തോട്ട് എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോ? അങ്ങനെ വരായിരുന്നു. ഇത് കുറെയൊക്കെ നമ്മുടെ ഡെസ്റ്റിനിയാണ്. അത് ഗോ വിത്ത് ദ ഫ്ലോ. അതാണ് എൻ്റെ ഒരു പോളിസി എന്ന് പറയുന്നത്. ഇപ്പം എനിക്ക് ഇങ്ങനെ ഒരു ക്യാരക്ടർ, ഇത്രയും നല്ല ക്യാരക്ടർ കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മൂവിയിൽ ഞാനൊരു ഭാഗമാവാൻ വിളിച്ചു, ഞാൻ പോയി ചെയ്തു. ഇത്ര മാത്രമേ അഭിനയിക്കുന്ന സമയത്ത് എനിക്ക് അറിയുള്ളൂ. അതിനുശേഷമാണ് ഇത്രയും നല്ലൊരു മൂവിയിൽ ഒരു ഭാഗമാവാൻ കഴിഞ്ഞത്. ഭയങ്കര ഭാഗ്യം. താങ്ക്സ് ടു ഷാനു, അത്രേ പറയാൻ പറ്റുള്ളൂ. പിന്നെ മാത്രമല്ല, ഈ റൊമാൻറ്റിക് ആയിട്ട് ഒരു ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ എല്ലാ രീതിയിലുള്ള ക്യാരക്ടേഴ്സും ഹാൻഡിൽ ചെയ്യാൻ പറ്റണം. പടച്ചവൻ അനുഗ്രഹിച്ച് അങ്ങനത്തെ നല്ല നല്ല പ്രോജക്ട്സ് വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യണം. കാരണം എല്ലാ രീതിക്കും നമ്മൾ അറ്റംപ്റ്റ് ചെയ്യണം. ഇതിൽ പക്ഷെ അങ്ങനത്തെ ഒരു സംഭവം അല്ല, കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സംഭവം. മാത്രമല്ല എക്സിറ്റിൽ വേറെ ഫീമെയിൽ ആർട്ടിസ്റ്റ് ആരുമില്ല, ഒരേ ഒരു നായിക നമുക്ക് പറയാവുന്നതാണ്. നായിക എന്ന് പറയാൻ പറ്റില്ല. നായിക മറ്റേതിൽ പറയണ പോലെ സെക്കൻഡ് ഹീറോയിന് കുറച്ച് സെക്കൻഡ് മാത്രം അതുപോലെ മൂവിയുടെ സ്റ്റാർട്ടിങ്ങും എൻഡിങ് മാത്രമാണ്. പക്ഷെ കഥ വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട് ഉള്ളൊരു ക്യാരക്ടറാണ്. ഇപ്പൊ സിനിമ ഒരു സസ്പെൻസ് ത്രില്ലർ ആയതുകൊണ്ട് എനിക്ക് അറിയില്ല ക്യാരക്ടറിനെ പറ്റി അധികം റിവീൽ ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷെ എന്നാലും റിവീൽ ചെയ്യാൻ പറ്റുന്നിടത്തോളം, സിൻസ് ഇറ്റ്സ് യുവർ ഡെബ്യൂ ഫിലിം, വി വുഡ് ലൈക്ക് ടു നോ. ലൈക്ക് എൻ്റെ ക്യാരക്ടറുടെ പേര് അന്ന എന്നാണ്. ആൻഡ് അറിഞ്ഞോ അറിയാതെയോ അന്നയുടെ അത് പറയാൻ പറ്റുമോ, ഇത് പറഞ്ഞു കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങുമ്പോൾ തല്ലി കിട്ടാൻ നോക്കണം. അറിഞ്ഞോ അറിയാതെയോ ഈ കഥയെല്ലാം നടക്കുന്നത് അന്നയുടെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും. പിന്നെ ഈ ഒരു മൂവിയിൽ എന്ന് പറയുന്നത് ഒരു നമ്മൾ നേരത്തെ എന്തായിരുന്നു ആ വേർഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അടച്ചിടപ്പെട്ട വിശാഖ് ബ്രോയുടെ ക്യാരക്ടർ. ഒരു ഭ്രാന്തന്റെ കൺമുന്നിൽ ഒരു 4 കുട്ടികൾ ചെന്ന് പെടുക, അവിടെ നിന്ന് അവര് പുറത്ത് രക്ഷപ്പെടാനായിട്ടുള്ള പരാക്രമം, അങ്ങനത്തെ ഒരു സംഭവം, അങ്ങനെ ഒരു സ്ട്രഗ്ലിംഗ്. അതാണ്. അപ്പോൾ അത് ഞാൻ പറഞ്ഞത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിരിക്കും. തീർച്ചയായിട്ടും ഒരു ത്രില്ലർ തന്നെ ആയിരിക്കും. ഒരു ആക്ഷൻ ഓറിയന്റഡ്, അല്ലെങ്കിൽ ആക്ഷൻ ഉണ്ട്, ത്രില്ലർ ആണ്, അങ്ങനെ എല്ലാം കൊണ്ടും ഒരു പാക്ഡ് ആയിരിക്കും. നമ്മളത് കാണാനായിട്ട് അതെ, ഞാൻ കൂടുതൽ പറഞ്ഞെന്ന് വെച്ചാൽ പുറത്തിറങ്ങിയാൽ ചിലപ്പോൾ എനിക്ക് കിട്ടിയിരിക്കും. അതാണ്. അപ്പൊ ഞങ്ങൾ ഇവിടെ ഒരു വാക്കിന് വേണ്ടി കിടന്ന് ഭയങ്കരമായിട്ട് തപ്പ് അടക്കപ്പെട്ട എന്നൊക്കെ പറഞ്ഞു. ഇതേപോലെ ഒരു വീടിനുള്ളിൽ 100 ദിവസം അടച്ച് ഇരുന്ന അതും ഒരു സർവൈവൽ ത്രില്ലർ ആയിരുന്നു. 100 ഡേയ്സിന്റെ ബിഗ് ബോസ് എന്ന് പറയുന്നപ്പോൾ ഒരു സർവൈവൽ ത്രില്ലർ നമ്മൾ 100 ഡേയ്സ് അതന്നെ ഒരു സർവൈവൽ ത്രില്ലർ വേറെ നമ്മൾ കണ്ടിട്ടേ ഇല്ല. അപ്പം ആ ഒരു ത്രില്ലർ എങ്ങനെയുണ്ടായിരുന്നു? അത് നല്ലതാ. കാരണം മൂവി ആണെങ്കിൽ പോലും എക്സിറ്റ് 2.5 മണിക്കൂർ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ആൾക്കാർക്ക് തോന്നും കഴിഞ്ഞു, അങ്ങനെ ഒരു ഫീൽ ആയിരിക്കും. ഇത് 100 ഡേയ്സ് കഴിയണം, അതുപോലെ കഴിഞ്ഞു എന്ന് പറയാൻ വേണ്ടിയിട്ട്. അത് പക്ഷെ ആക്ച്വലി ഒരു ഭാഗ്യമായിട്ടോ ഞാൻ കരുതുന്നത്. കാരണം ഓഡിയൻസിന്റെ സപ്പോർട്ട് അതൊരു വലിയൊരു ഫാക്ടർ തന്നെയാണ്. പക്ഷെ ഭയങ്കര ഒരു ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആണത്. ഒരു ടൈപ്പ് ഓഫ് എന്റർടൈൻമെന്റ് ഇല്ല, വീട്ടുകാരുമായിട്ട് ഒരു കോണ്ടാക്ട് ഇല്ല. അവിടെ എന്ത് പൊട്ടത്തരം ഡിസൈഡ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ തന്നെയാണ്, ബുദ്ധിപരമായിട്ട് ഹാൻഡിൽ ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ്, എന്തും ഡിസൈഡ് ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ്. നമ്മളിപ്പോൾ ഒരാളുടെ അടുത്ത് ഒരു ഒപ്പീനിയൻ ചോദിക്കുകയാണെങ്കിൽ പോലും നമ്മളൊരു 10 തവണ ആലോചിക്കണം, ഇവരും നമ്മളെ പോലെ കളിക്കാൻ തന്നെ വന്നവരാണല്ലോ എന്ന് നമ്മൾ അങ്ങനെ ആലോചിച്ച്. അങ്ങനെ അതും നേരത്തെ പറഞ്ഞ പോലെ അതൊരു സർവൈവൽ ത്രില്ലർ തന്നെയാണ് ഓഫ് 100 days. ഈ സംഭവം ബിഗ് ബോസിന്റെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ, ഞാനിരുന്ന എപ്പിസോഡൊക്കെ ഇപ്പോഴാണ് കാണുന്നത്. ഇല്ല, എപ്പിസോഡൊന്നും ഞാൻ കണ്ടിട്ടില്ല. എന്നാലും വീഡിയോസ് ഗ്ലിംസ് അങ്ങനെ എന്തെങ്കിലും ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലൊക്കെ റീൽസ് ഇടയ്ക്കിടയ്ക്ക് ഇപ്പോഴും പോകാറുണ്ട്. നിങ്ങളുടെ ആർമി ഒക്കെ ഇപ്പോഴും ആക്റ്റീവ് ആണോ? അതാ ഞാൻ പറഞ്ഞത്, എനിക്ക് ബിഗ് ബോസിലൂടെ കിട്ടിയത് ഒരുപാട് പേരോടുള്ള ഇഷ്ടമാണ്. എനിക്ക് കുറേ കൂടെ സമ്പാദിക്കാൻ പറ്റിയത് മാത്രമല്ല, എനിക്ക് അവിടെ നിന്ന് കിട്ടിയ കുറേ കാര്യങ്ങളുണ്ട്. എൻ്റെ ലൈഫ് ടൈം മൊത്തം എനിക്ക് ആലോചിക്കാൻ പറ്റുന്നത്. ലൈക്ക് അതിലൊരു ടാസ്ക് ഒക്കെ ഉണ്ടായിരുന്നു, അതിൽ ഞാൻ നാഗവല്ലിയായിട്ടൊക്കെ ചെയ്തപ്പോ അതിലെ താങ്ക് യു. അപ്പോൾ അതില് ഫാസിൽ സാറിന്റെ ഒരു ഓഡിയോ ക്ലിപ്പ് സാറ് ലാൽ സാറ് പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് വർഷം കഴിഞ്ഞിട്ടും ബിഗ് ബോസിൽ നിന്ന് എന്ത് കിട്ടിയെന്ന് ചോദിച്ചാൽ ഞാൻ ഫസ്റ്റ് പറയുന്ന ഒരു കാര്യം അതായിരിക്കും. അത്രയും വലിയൊരു ഡയറക്ടറായി അങ്ങനെ അതുപോലെ ഒരു അപ്രിസിയേഷൻ കിട്ടിയതിനേക്കാൾ വലിയൊരു അവാർഡ് ഇനി എനിക്ക് കിട്ടാനില്ല. മാത്രമല്ല, നേരത്തെ സീരിയൽസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വല്ല ഫംഗ്ഷനോ വല്ല കല്യാണങ്ങൾക്കൊക്കെ പോയിന്ന് വെച്ചാൽ അമ്മമാര് ചേച്ചിമാര് ഇങ്ങനെയൊക്കെ ആയിരുന്നു വന്ന് സംസാരിക്കുക, ഫോട്ടോ എടുക്കുക. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിന്റെ ഒരു എക്സ്പോഷർ ഒന്ന് വേറെ തന്നെയാണല്ലോ.
യങ്സ്റ്റേഴ്സും അറിയപ്പെടുന്നുണ്ട്. നേരത്തെ എന്ന് വെച്ചാൽ സീരിയൽ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്ത ക്യാരക്ടർ അല്ലെങ്കിൽ നമ്മുടെ പെർഫോമൻസ് ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടായിരിക്കും ആൾക്കാർ ഇത് എന്റെ നെഗറ്റീവും പോസിറ്റീവും എല്ലാം മനസ്സിലാക്കിയിട്ട് അങ്ങനെ വല്ലതും സംസാരിക്കാൻ വരുമ്പോൾ അതിനോട് ഒരു പ്രത്യേക ഇഷ്ടം എനിക്ക് തിരിച്ച് അങ്ങോട്ടും ഉണ്ട്. ലൈക്ക് യു ആസ് എ പേഴ്സൺ ആൾക്കാർ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത്. ഇപ്പം ഈ പോസിറ്റീവ് എന്ന് പറയുന്നതിനൊപ്പം തന്നെ ബിഗ് ബോസ് വരുമ്പോൾ ഒരുപാട് നല്ല കാര്യങ്ങൾ നമുക്ക് സംഭവിക്കുന്നു. അതിന്റെ ഒപ്പം തന്നെ നമ്മുടെ ഒരു വൾണറബിൾ സൈഡും ഇത്രയും കോടി ലക്ഷം ജനങ്ങൾ കാണുന്നുണ്ട്. അത് പുറത്തിറങ്ങിയപ്പോഴത്തേക്കും തോന്നിയത് ഓ ഐ കുഡ് ബിഹേവ് ബിറ്റ് ഓഫ് ബെറ്റർ വേ എന്നൊക്കെ തോന്നിയിരുന്ന? ഇല്ല, അങ്ങനെ ഒരു റിഗ്രറ്റ് ഒന്നും തോന്നിയിട്ടില്ല. ഞാൻ അതിനുള്ളിൽ നിൽക്കുമ്പോഴേ ഞാൻ വിചാരിച്ചിരുന്ന ഒരു കാര്യമാണ്, നമുക്ക് എന്ത് ചെയ്യാൻ തോന്നുന്നോ പറയാൻ തോന്നുന്നതോ മനസ്സിൽ ഒരു റെസിഡ്യൂ ഒന്നും വെക്കണ്ട. ഉള്ളത് പറഞ്ഞെന്ന് വെച്ചാൽ പിന്നെ നാളത്തേക്ക് അതൊരു ബേർഡൻ ആയിട്ട് വരില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്താലും അതിനോട് എനിക്ക് റിഗ്രറ്റ് തോന്നാൻ പാടില്ല. മനസ്സെന്ത് പറയണോ അതിനനുസരിച്ചിട്ട് ചെയ്യണം എന്ന് വിചാരിച്ചു. അതേപോലെ തന്നെ നിന്നു. ഇപ്പോഴും എനിക്ക് പുറത്ത് വരുമ്പോൾ പണ്ട് അങ്ങനെ ചെയ്യായിരുന്നു അങ്ങനെ വിചാരിച്ചിട്ട് കാര്യമില്ല. പ്രത്യേകിച്ച് പ്രിപ്പയർ ചെയ്ത് പോകേണ്ട ഒരു ഷോ അല്ല ബിഗ് ബോസ്. കാരണം ഏതൊക്കെ രീതിയിലാണ് സിറ്റുവേഷൻസ് വരിക എന്ന് പറയാൻ പറ്റില്ല. എന്താണോ സിറ്റുവേഷൻ ആ സമയത്ത് നമുക്ക് വൈസായിട്ട് എന്ത് ചെയ്യാൻ പറ്റും ആ രീതിക്കേ നിൽക്കാൻ പറ്റുള്ളൂ. പിന്നെ ഭയങ്കര ഇന്റലക്ച്വലായി ചിന്തിച്ച് ഒരു പക്ക സ്ട്രാറ്റജി ഒക്കെ മെനഞ്ഞ് പോയി എന്ന് വെച്ചാൽ അഭിനയിച്ച് നിൽക്കാന്ന് പറഞ്ഞാലും മാക്സിമം ഒരു 2 ആഴ്ചയൊക്കെ നിൽക്കാൻ പറ്റും. അത് കഴിഞ്ഞാൽ എങ്ങനെയാണ് നിൽക്കാൻ പറ്റും? ഇപ്പോൾ ഒരു സിനിമയുടെ ഷൂട്ടിന് പോയാൽ പോലും നമ്മൾ ഒരു അല്ലെങ്കിൽ ഒരു 10 to 6 അല്ലെങ്കിൽ അങ്ങനെ ഒരു ടൈമിങ്ങിന് അഭിനയിച്ചാൽ മതിയല്ലോ. എങ്ങനെയാണ് ഒരു മനുഷ്യന് 24 hours എവിടെ പോയാലും ക്യാമറ ആയിരിക്കും, ഒരു 100 ക്യാമറ ആയിരിക്കും. അപ്പൊ എല്ലാത്തിന്റെയും മുന്നിൽ നമ്മൾ അഭിനയിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ പറയുന്ന സമയത്ത് ഒരു 100 വട്ടം ആലോചിക്കേണ്ടി വരും. അയ്യോ നേരത്തെ എന്താ പറഞ്ഞേ, ഇപ്പോഴെന്താ പറയാൻ പോണേ, അങ്ങനെ ഒരു ഫിൽട്രേഷന്റെ ആവശ്യം വരും. അതിനേക്കാൾ നല്ലത് ഉള്ളത് എന്താണോ അത് നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ്, പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ്, നമ്മളെ മനസ്സിലാക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്താലും നെഗറ്റീവ് പറയും പോസിറ്റീവ് പറയും. നമ്മൾ അതിന്റെ പോസിറ്റീവ് വശം മാത്രം നോക്കിയാൽ മതിയല്ലോ. പിന്നെ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. അപ്പം ഇനിയിപ്പോ ബിഗ് ബോസിലേക്ക് ഒരു കഴിഞ്ഞ സീസണിലൊക്കെ ഡോക്ടർ റോബിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ, അതേപോലെ റെനീഷയ്ക്ക് ഒരു എൻട്രി കിട്ടുകയാണ് ഒരു 10 ദിവസം നിങ്ങളുടെ കണ്ടസ്റ്റൻസിന്റെ കൂടെ നിൽക്കാനായിട്ട്. സോ വുഡ് യു ഗോ? ദാറ്റ്സ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഉറപ്പായിട്ട് ഞാൻ പോകും. കാരണം എന്തായാലും അടുത്ത സീസൺ വരുമ്പോൾ ഞാനിപ്പോ അതിന്റെ പ്രൊമോ ഒക്കെ കണ്ടായിരുന്നു. നല്ല രസമുണ്ട്. ഭയങ്കര എന്താ പറയാ ഡിഫറെന്റ് ആയിട്ടുള്ള ആൾക്കാരെ ഞെട്ടുന്നാണ് ലാലേട്ടൻ പറഞ്ഞിട്ട് ഞെട്ടിക്കണം. അപ്പൊ ഈ സീസണിൽ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ എന്തായാലും ടി വിയിലൂടെ കാണുന്നുണ്ട്. അവരെ നേരിട്ട് മീറ്റ് ചെയ്യുക, അവരുടെ കൂടെ ഒരു 10 ദിവസം ആ ബിഗ് ബോസ് ഹൗസ് എന്ന് പറയുന്നത് എനിക്ക് എപ്പോഴും ഭയങ്കര കടപ്പാടുള്ളൊരു സ്ഥലം തന്നെയാണ്. കാരണം ഒരുപാട് പേരിലോട്ട് എത്തിക്കാനും ഒരുപാട് പേരുടെ സ്നേഹം സമ്പാദിക്കാനും ഹെൽപ്പ് ചെയ്ത ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് ബിഗ് ബോസ്. അപ്പൊ അവിടെ വീണ്ടും ഒരു 10 days നിൽക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അതൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും, അതൊരു ഭാഗ്യം തന്നെ ആയിരിക്കും. ഞാൻ അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ യു ആർ മേക്കിംഗ് എ സ്റ്റേറ്റ്മെന്റ് ടു ബിഗ് ബോസ്. ബിഗ് ബോസിൻ്റെ അടുത്ത് പറയാണ്, ഓക്കെ ബിഗ് ബോസ് ഞാൻ ഇനി അടുത്ത തവണ വരുമ്പോൾ ഞാൻ വരാം, പക്ഷെ വിത്ത് മീ ഞാൻ ഒരാളെയും കൂടെ കൊണ്ടുവരുന്നു. അപ്പോൾ കഴിഞ്ഞ സീസണിൽ ഏതെങ്കിലും ഒരു കണ്ടസ്റ്റന്റ് ആയിക്കോട്ടെ, ആരെ കൊണ്ടുപോകും കൂടെ? കഴിഞ്ഞ സീസണിലോ? എന്റെ സീസൺ തന്നെ വേണമെന്നില്ലല്ലോ. ഇല്ല, കേക്കട്ടെ, ആരെ കൊണ്ടുപോകും കേക്കട്ടെ. ഞാൻ ധന്യേച്ചി പറയും. അതെന്താ, നിങ്ങൾ വേറെ വേറെ സീസൺ ആയിരുന്നില്ലേ? കമ്പനിയാണ്. അല്ല, ഞങ്ങള് നേരത്തെ സീരിയൽ ചെയ്തിട്ടുണ്ട്, സീതാ കല്യാണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ 3 വർഷം അത് നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്തൊരു സീരിയൽ ആണെങ്കിൽ പോലും സ്റ്റിൽ ഇപ്പോഴും എൻ്റെ കോൺടാക്ട് ലിസ്റ്റിൽ എൻ്റെ ചേച്ചി എന്ന് പറഞ്ഞിട്ട് ഞാൻ നോക്കുന്ന സമയത്ത് ഫസ്റ്റ് പേര് വരുന്നത് ധന്യേച്ചി. അപ്പൊ ഞാൻ എൻ്റെ ഒരു ബെസ്റ്റ് കമ്പാനിയൻ എന്നുള്ള രീതിയിൽ ഞാൻ ധന്യേച്ചിയെ കൊണ്ടുപോകും. അല്ല ഞാൻ ചോദിക്കട്ടെ, അപ്പൊ ചേച്ചിയായിട്ട് ഇപ്പം നിങ്ങൾ ഒരു സീസണിൽ ഒരു വീട്ടിലാണ് എന്ന് വിചാരിക്കും? ഉറപ്പായിട്ട്. കാരണം ഇപ്പൊ സീരിയലിന്റെ സെറ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചേച്ചി ഭയങ്കര മെച്ചോർഡാണ്. എന്റെ അണ്ണനെ പോലെ ഒരു ക്യാരക്ടറാണ്. നമുക്ക് നല്ലതേതാ ശരിയേതാ തെറ്റേതാന്നൊക്കെ പറഞ്ഞു തരുന്ന ഉപദേശി എന്നല്ല അത്. പക്ഷെ ഉപദേശിക്കുന്ന നമുക്കറിയില്ല, ഉപദേശം എന്നുള്ള രീതിയിൽ പറയില്ല. അമ്മു അത് അങ്ങനെ ചെയ്യേ ഇങ്ങനെ ചെയ്യേ, ഇതാണ് ഇത് ചെയ്തു എന്ന് വെച്ചാലുള്ള പ്രശ്നം, ഇതാണ് പോസിറ്റീവ്, അങ്ങനെ എല്ലാം നമ്മൾ എടുത്ത് പറയും. അപ്പൊ എന്റെ നല്ലൊരു മെന്ററാണ് ചേച്ചി. അപ്പൊ അതിനകത്ത് പോയി ഞങ്ങൾ എന്തായാലും അടി ഉണ്ടാക്കും. പക്ഷെ അവിടെ അടി ഉണ്ടാക്കിയാൽ പോലും അത് പുറത്തോട്ട് എഫക്ട് ചെയ്യില്ല എന്നുള്ളത് ഉറപ്പാണ്. അടിപൊളി. അത് അവിടെ തന്നെ അത് മനസ്സിലാക്കും. ഞാൻ മനസ്സിലാക്കിയില്ലെങ്കിൽ ചേച്ചി മനസ്സിലാക്കാം. നിങ്ങളുടെ സീസണിന്റെ ഒരു പെക്യുലാരിറ്റി അത് തന്നെയാണ്. എല്ലാ സീസണിലും ഇതേപോലെ കുറെ ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ് സംഭവങ്ങളും ഒക്കെ വരും, പക്ഷെ അത് അങ്ങനെ അങ്ങ് പോകും. പക്ഷെ നിങ്ങളുടെ സീസണിൽ അത് ഇപ്പോഴും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് തോന്നിയിട്ടുണ്ട്. ഞാനും അങ്ങനെ കുറെ കണ്ടിട്ടുണ്ട്, കമന്റ്സ് ഒക്കെ അങ്ങനെ വരാറുണ്ട്. അത് സത്യമുള്ളതല്ലേ നിങ്ങളുടെ ആ ഒരു ഞങ്ങൾ ഇന്നാളല്ല
എന്നല്ല, കുറച്ച് മാസങ്ങൾക്ക് മുന്നേ എല്ലാവരും കൂടിയിട്ട്, കാരണം ഇനി എല്ലാവരും അവരവരുടെ ലൈഫായിട്ട് ബിസി ആയി പോകും. അപ്പോൾ ബിഗ് ബോസ് കഴിഞ്ഞത് ഒരു ഗെറ്റ് ടുഗെദർ പോലെ ഓർഗനൈസ് ചെയ്യാന്ന് പറഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടെ എല്ലാവരും ഉണ്ടായിരുന്നില്ല, കുറച്ച് പേരൊക്കെ മിസ്സിംഗ് ആയിരുന്നു. തേക്കടിയിൽ ട്രിപ്പൊക്കെ പോയി ഒരു 2-3 ദിവസമൊക്കെ ചില്ല് ചെയ്തിട്ടാണ് തിരിച്ചു വന്നത്. അതെന്തുകൊണ്ടാണ് അവിടെ കഴിഞ്ഞത്, ഗെയിമിൻ്റെതായ രീതിയിൽ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ അത് ചുമന്നുകൊണ്ട് നടക്കേണ്ട കാര്യമില്ല. ഇനിയിപ്പോൾ എല്ലാവരും അവരവരുടെ ലൈഫ് നോക്കി ബിസി ആയിരിക്കും. അപ്പം അത് നല്ലൊരു എക്സ്പീരിയൻസ്, അതൊരു ഗെയിം റിയാലിറ്റി ഷോ അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ കാണാനാണ് ഒട്ടുമിക്ക എല്ലാവർക്കും താല്പര്യം. ഓക്കെ. അപ്പം ഇപ്പൊ കൂടെ കൊണ്ടുപോകാൻ ആഗ്രഹമുള്ള ഒരാൾ പറഞ്ഞു, ഇനി ഒരാളുടെ കൂടെ ഞാൻ വരത്തേ ഇല്ല എന്ന് പറയുവാണെങ്കിൽ ഒരു റീ എൻട്രിക്ക് ആരായിരിക്കും ആ പേഴ്സൺ? ആളുടെ കൂടെ ഞാൻ പോകത്തില്ലെന്നോ? പോവില്ല. ആ ആളുണ്ടെങ്കിൽ ഐ എം നോട്ട് കമ്മിങ് എന്ന് പറയുവാണെങ്കിൽ ആരായിരിക്കും? അഞ്ജൂസിന്റെ കൂടെ ഞാൻ പോവില്ല. അത് ആക്ച്വലി അതൊരു പോസിറ്റീവ് തിങ് ഉണ്ട് ഞാൻ വിചാരിക്കുന്നത്. കാരണം അഞ്ജൂസിന്റെ ലൈഫിൽ കുറേ മാറ്റങ്ങൾ ബിഗ് ബോസ് കാരണം സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ പുള്ളിക്കാരിക്ക് ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നു, ബിഗ് ബോസ് കാരണം അത് പുള്ളിക്കാരിക്ക് നഷ്ടമായി. അതിനകത്ത് പുള്ളിക്കാരിക്ക് എന്നോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അറിഞ്ഞോ അറിയാതെയോ അതിനൊരു റീസൺ ഞാനായോ എന്നുള്ളൊരു തോന്നൽ എപ്പോഴും ഉണ്ട്. പക്ഷെ അഞ്ജൂസ് പറയാറുണ്ട്, അളിയാ അത് അങ്ങനെയല്ല, നീ അങ്ങനെ വിചാരിക്കരുതെന്ന്. പക്ഷെ എന്നാലും ഇനിയും നമ്മൾ ബിഗ് ബോസിൽ പോയി എന്ന് വെച്ചാൽ അഞ്ജൂസിന് അതേപോലെ എന്നോട് ഭയങ്കര ഇഷ്ടം തോന്നി. ഗേൾ ഫ്രണ്ടിന് അതൊരു പ്രശ്നമാവും, അങ്ങനത്തെ ഒരു സംഭവം. ഇപ്പോൾ ഗേൾ ഫ്രണ്ട് ഇല്ല ആക്ച്വലി, ടു ബി ഓണസ്റ്റ്. ബട്ട് സ്റ്റിൽ ഞാൻ അഞ്ജൂസിന്റെ കൂടെ പോയില്ല. കാരണം അഞ്ജൂസിന് കുറേ നെഗറ്റിവിറ്റി കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരി ഭയങ്കര ട്രോമയിലൊക്കെ ആയിരുന്നു ബിഗ് ബോസിൽ നിന്ന് പുറത്ത് വന്നതിന് ശേഷം. ഭയങ്കര ഡിപ്രസ്ഡ് ഒക്കെ ആയിരുന്നു. അതായത് റെനീഷയെ ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിലാണ് ന്യൂസുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് ട്രോൾ പേജസിൽ വീഡിയോ ഒക്കെ ഭയങ്കര മോശം ഉള്ള രീതി. അതാ ഞാൻ പറഞ്ഞത്, അഞ്ജൂസ് ഒരുപാട് സഫർ ചെയ്തിട്ടുണ്ട്. അതുപോലത്തെ ട്രോളും കാര്യങ്ങളും ഭയങ്കര മോശമായിട്ടുള്ള രീതിയിലുള്ള കമന്റ്സും കാര്യങ്ങളൊക്കെ നോക്കി ആള് ട്രോമറ്റൈസ്ഡ് ആയ പോലെ ആയി. അപ്പോന്ന് വെച്ചാൽ എനിക്കപ്പോ അഞ്ജൂസിനെ വീണ്ടും ആ രീതിക്ക് കാണണമെന്നില്ല. അതുകൊണ്ട് ഞാൻ അഞ്ജൂസിനെ കൂട്ടില്ല. നൈസ്. പക്ഷെ എന്നാലും നിങ്ങളുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പിനെ പിന്നീട് എങ്ങനെയാണ് ബാലൻസ് ചെയ്ത് റെനീഷ ആസ് എ പേഴ്സൺ ലൈഫിലേക്ക് കൊണ്ടുവന്നത്? പിന്നീട് ലൈക്ക് അഞ്ജൂസിന്റെ കാര്യമാണോ ചോദിക്കുന്നത്? നമ്മൾ സംസാരിച്ചു. പിന്നെ അത് കഴിഞ്ഞ് അഞ്ജൂസിന് റീ എൻട്രി ഉണ്ടായിരുന്നു. അതിന്റെ ടുവേർഡ്സ് ദ എൻഡ് ഓഫ് ദ സീസൺ അവർക്ക് വീണ്ടും റീ എൻട്രി ഉണ്ടായിരുന്നു. അപ്പൊ തന്നെ അഞ്ജൂസ് പറഞ്ഞു, ഏകദേശം ഹിന്റൊക്കെ തന്നു, പുറത്ത് ഇങ്ങനെയൊക്കെയാണ് അളിയ, ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, ഞാൻ ഒരുപാട് റിക്കവർ ആവാൻ കുറച്ച് ടൈം എടുത്തു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ ആൾ ഓക്കെ ആണ്. പിന്നെ ആളുടെ കൂടെ മനീഷ് ചേച്ചിയുടെ മോള് നീരത, പിന്നെ ആൾക്ക് നല്ല നല്ല ഫ്രണ്ട്സ് ഉണ്ട്. അപ്പൊ അവരൊക്കെ ത്രൂ ആള് ബെറ്റർ ആയി വരുന്നു. ഞാനുമായിട്ട് കോണ്ടാക്ട് ഉണ്ട്, നമ്മൾ ഇന്നാളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ പൊതുവെ എല്ലാവരെയും അങ്ങനെ ഒരുപാട് കോണ്ടാക്ട് ചെയ്യുന്ന ഒരാളോ അല്ലെങ്കിൽ ഡെയിലി ബേസിസിൽ മെസ്സേജ് ചെയ്യുന്ന ഒരാളോ അല്ല. എനിക്ക് വേണം എന്ന് തോന്നുന്നവരായിട്ട് ഞാൻ കോണ്ടാക്ട് ചെയ്യും. റെനീഷ ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന സമയത്ത് കുടുംബ പ്രേക്ഷകർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു റെനീഷനെ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ബിഗ് ബോസിലേക്ക് കാണുമ്പം നമ്മൾ യൂത്തിനൊക്കെ ഇറ്റ്സ് ഫൈൻ, പക്ഷെ നമ്മുടെയൊക്കെ ഒരു പടി ഓൾഡർ ജനറേഷനില്ലേ, അവരൊക്കെ ഭയങ്കരമായിട്ട് ലവ് സ്ട്രാറ്റജിക്ക് അഗൻസ്റ്റ് ആണ്. അവർക്ക് താല്പര്യമില്ല. അവർ പറയും ഗെയിം കളിക്കണേ, എന്തിനാണ് പ്രേമിക്കാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറയും. അപ്പം അങ്ങനെയൊക്കെ എൻ്റെ വീട്ടുകാരൊക്കെ എൻ്റെ അമ്മൂമ്മയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളത് ആ കുട്ടി നിൽക്കുന്നുണ്ട് വളരെ. അപ്പം യു ഹാഡ് തിങ് സ്ട്രേറ്റ് ഇൻ മൈൻഡ്. അവിടെ പോയ ഇങ്ങനത്തെ ഒരു ഇപ്പം അഞ്ജൂസിന്റെ അപ്രോച്ച് തന്നെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ പല കപ്പിൾ പേജസ് ഒക്കെ നിങ്ങളെ ഒന്നും ഉണ്ടാവില്ല, വരും സാധനം. അപ്പം സ്ട്രേറ്റ് ആയിരുന്നു. എന്നെ ആര് അപ്രോച്ച് ചെയ്താലും ഞാൻ ഒന്നിനും വഴങ്ങത്തില്ല എന്നുള്ളൊരു സംഭവം ആയിട്ടാണോ മനസ്സിൽ പോയത്? അതായത് ഇപ്പൊ ധന്യേച്ചയൊക്കെ പറഞ്ഞു തന്നിരുന്നു ഇങ്ങനെയൊക്കെ വരും, ബി പ്രിപ്പയർഡ് ഫോർ. ധന്യേച്ച അങ്ങനെ പറഞ്ഞു തന്നതേ ഇല്ല. ധന്യേച്ച പറഞ്ഞു, മോളെ അവിടുത്തെ സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് നീ നോക്കുമ്പോ, എന്നിട്ട് അതിനനുസരിച്ച് നീ നിൽക്ക്, നീയായിട്ട് നിന്നാ മതി, അതേ നടക്കും. അല്ലാതെ നീ വേറൊരാളുടെ ക്യാരക്ടറിസ്റ്റിക്സ് എടുത്താലും അത് സർവൈവ് ചെയ്യാൻ പറ്റില്ല എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. ഓക്കെ, ഞാനായിട്ട് നിൽക്കാം, ആ രീതിക്ക് തന്നെയാണ് നിന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ സ്ട്രെയിറ്റ് ഒരു ലവ് സ്ട്രാറ്റജി ഞാൻ എന്തുകൊണ്ട് ചെയ്തില്ല എന്ന് ചോദിച്ചാൽ എനിക്ക് എന്നോട് താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്ന ബിഗ് ബോസിൽ പോകുന്നതിന് മുന്നേ എനിക്ക് ഏറ്റവും മാക്സിമം ഡേയ്സ് എനിക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നത് നിൽക്കണം. ഇതിൻ്റെ ഇൻ്റർവ്യൂവിൽ തന്നെ, ബിഗ് ബോസിൻ്റെ ഇൻ്റർവ്യൂവിൽ തന്നെ എൻ്റെ അടുത്ത് ചോദിച്ചത് വൈ ബിഗ് ബോസ്, എന്താണ്, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ഗോയിങ് ബിഗ് ബോസ് എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ക്രിസ്റ്റൽ ക്ലിയർ പോലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് മോണിറ്ററി ബെനിഫിറ്റ്, രണ്ടാമത്തേത് അതിലുള്ള എക്സ്പോഷർ, മൂന്നാമത്തേത് എനിക്ക് ഒരുപക്ഷെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇത് കാരണം എക്സ്പോഷർ കൂടുന്ന സമയത്ത് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവാം. പിന്നെ ഇത്രയും വലിയ പ്ലാറ്റ്ഫോമിൽ നമ്മൾക്ക് കുറച്ച് ദിവസം നിൽക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു കാര്യമാണ്. അപ്പോൾ ഇതൊക്കെയാണ് റീസൺസ് പറഞ്ഞത്. അതേപോലെ തന്നെ ഞാൻ ഭയങ്കര ഫോക്കസ്ഡ് ആയിരുന്നു. എനിക്ക് മാക്സിമം ഡേയ്സ് നിൽക്കണമെന്നുണ്ടായിരുന്നു, ഞാനായിട്ട് നിൽക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ മാത്രമല്ല ലവ് സ്ട്രാറ്റജി എനിക്ക് അത്ര വർക്ക്ഔട്ട് ആവുന്ന പോലെ എനിക്ക് തോന്നിയിട്ടില്ല.
എനിക്കത് വർക്ക്ഔട്ട് ആവില്ല. പിന്നെ ഫോർവേഡ്. പിന്നെ മാത്രമല്ല ഞാൻ അതിലോട്ട് കയറുന്ന സമയത്ത് ഞാൻ ചെറിയൊരു ബ്രേക്കപ്പ് ആ രീതിക്കൊക്കെ ആയിരുന്നു. പിന്നെ അതിനുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്നില്ല. നമ്മൾ ഗെയിം ഫോക്കസ്ഡ് ആയിരുന്നു. മാക്സിമം ഡേയ്സ് നിൽക്കണം, അതിന്റെ ബെനിഫിറ്റ് എനിക്ക് കിട്ടണം, അങ്ങനെ ഒരു ടാർഗറ്റ് ഉണ്ടായിരുന്നു. ഓ അടിപൊളി. അപ്പം എന്തായാലും പിന്നെ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കിനും ഈ വരുന്ന ഹെയ്റ്റ് ക്യാമ്പയിന് ഇപ്പം നേരത്തെ ഉള്ള ഒരു ബ്രേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് അതൊക്കെ ഏതെങ്കിലും രീതിയിൽ അവരുടെ ഒരു യുനോ അവർ അതിനെ ഒന്ന് ഇൻക്രീസ് ചെയ്ത പോലെ അങ്ങനെ എന്തെങ്കിലും പിന്നെ ബുള്ളിങ് ഒക്കെ എല്ലാവർക്കും ഉണ്ട്. ബുള്ളിങ്, സൈബർ ബുള്ളിങ് എല്ലാവർക്കും ഉണ്ട്, ഒരുപാട് മോശം രീതിയിലൊക്കെ. പക്ഷെ കമ്പാരിറ്റീവ്ലി എനിക്ക് കുറവാണെന്നാണ് ഞാൻ വിചാരിക്കണേ. ബാക്കിയുള്ളവർക്കൊക്കെ ഒരുപാട് സൈബർ അറ്റാക്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എനിക്കും വരാറുണ്ട്. ഇപ്പം നമ്മൾ ഏതെങ്കിലും പോസ്റ്റ് ഒക്കെ ഇടുന്ന സമയത്ത് താഴെ മോശമായിട്ടുള്ള കമന്റ്സ് ഒക്കെ വരാറുണ്ട്. അതൊക്കെ ആരും മൈൻഡ് ചെയ്യുന്നു, അത് വിട്ട് ഇഗ്നോർ ചെയ്യും, അത്രേ ഉള്ളൂ. നമ്മൾ എല്ലാത്തിനും ഈ നെഗറ്റിവിറ്റിക്കൊക്കെ റെസ്പോണ്ട് ചെയ്യാൻ നിന്നു എന്ന് വെച്ചാൽ അതിനേ ടൈം പോകാറുള്ളൂ. ഇപ്പൊ ഒരു 10 പേര് നല്ലത് പറഞ്ഞ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ 10 പേര് ഈ സൈഡ് ഉണ്ട്, 2 പേര് നെഗറ്റിവിറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തിനാ ഈ 2 പേരുടെ അടുത്ത് പറഞ്ഞ് ടൈം കളയണം? 10 പേർക്ക് റെസ്പോണ്ട് ചെയ്താ പോരെ. പിന്നെ ആക്ച്വലി ഇപ്പം ബിഗ് ബോസിലുള്ള കുറെ കണ്ടസ്റ്റൻസിന്റെ ഒരു കരിയർ ഗ്രോത്ത് കണ്ടിട്ട് നമുക്ക് നിങ്ങളെ ഇത്രയും ദിവസം കണ്ടുകൊണ്ടിരുന്ന ഒരു പ്രേക്ഷകർ, നമ്മളിപ്പോ നിങ്ങളെ ഈ 100 ദിവസം കാണുമ്പോൾ നമുക്ക് നിങ്ങളൊരു വീട്ടുകാർ പോലൊരു ഫീലിംഗ് ആയിരുന്നു നമുക്ക് വരിക. അപ്പൊ നിങ്ങളുടെ ഒരു ഗ്രോത്ത് കാണുമ്പോൾ വിൽ ബി സോ ഹാപ്പി. ഇപ്പം മലക്കോട്ടെ വാലിബലിന് സുചിത്ര ചേച്ചി വന്നു, നാദിരയുടെ ലൈഫ് തന്നെ മാറിപ്പോയി. ഏറ്റവും വലിയ നമ്മളെല്ലാവരും ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരുന്നത് നമ്മുടെ വീട്ടുകാരൊക്കെ വിഷസ് വീഡിയോ അയച്ചിട്ടുണ്ടായിരുന്നു. ഒരു എന്തോ ഒരു സെലിബ്രേഷൻ നടക്കായിരുന്നു, വിഷുവിനായിരുന്നു തോന്നുന്നു. അപ്പോൾ എല്ലാവരുടെ വീട്ടുകാരും വന്ന് വീഡിയോയിൽ വന്ന് ആശംസകളൊക്കെ പറഞ്ഞപ്പോൾ നാദിരയുടെ ഉമ്മ മാത്രമാണ് വാപ്പ അറിയാതെ ഫോൺ വഴിയിട്ട്. അപ്പം അത് നാദിരയുടെ ഉമ്മ ആയതുകൊണ്ട് സങ്കടപ്പെട്ടിരുന്നെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ആ സങ്കടം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഒരുപാട് സന്തോഷം. കാരണം നാദിര പറഞ്ഞുകൊണ്ടിരുന്നത് എൻ്റെ ഉമ്മ വരില്ല, വീഡിയോയിലും വരില്ല, ഫോണും ചെയ്യില്ല, ഒന്നും ചെയ്യില്ല, വരില്ല, അവർക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിരുന്ന നാദിര പെട്ടെന്ന് വോയിസ് നോട്ട് കേട്ടപ്പോൾ അവള് ഹാപ്പി ആയതുപോലെ തന്നെ അവിടെ ഇരിക്കുന്ന എല്ലാവരും ഹാപ്പിയായി. ഉറപ്പായിട്ടും ആ എപ്പിസോഡ് കണ്ട എല്ലാവർക്കും കണ്ണു പറഞ്ഞിട്ടുണ്ടാവും. തീർച്ചയായിട്ടും. അപ്പൊ ഞാൻ പറയും ഈ സീസൺ സത്യം പറഞ്ഞാൽ നാദിരയ്ക്കുള്ളതാണ്. കാരണം വീട്ടിൽ അക്സെപ്റ്റൻസ് കിട്ടുക എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും നമ്മുടെ വീട്ടുകാർ എന്ന് പറയുമ്പോൾ അതൊരു വേറൊരു ഇമോഷൻ തന്നെയാണ്. അപ്പോൾ അത്രയും നാള് ആ ഒരു അക്സെപ്റ്റൻസ് ഇല്ലാതിരുന്ന് ബിഗ് ബോസിലൂടെ ആ ഒരു അക്സെപ്റ്റൻസ് കിട്ടുക എന്ന് പറഞ്ഞാൽ ആ സീസൺ നാദിരയ്ക്കുള്ളതായിരുന്നു. അത് ആക്ച്വലി അവൾക്ക് കിട്ടിയ ഏറ്റവും നല്ല കാര്യമായിരിക്കും. ബിഗ് ബോസിലൂടെ ഒരാളുടെ ലൈഫ് ചേഞ്ച് ആവുക, വീട്ടുകാർ ഒരുപാട് വരും. പിന്നെ മാത്രമല്ല ഇപ്പം ഞാൻ ഓപ്പൺ ആയിട്ട് പറയും, ഇപ്പം പാലക്കാടൊക്കെ ഉള്ള കുറേ പേർക്ക് ട്രാൻസ്ജെൻഡേഴ്സിനെ കുറിച്ച് കുറേ തെറ്റായിട്ടുള്ള ധാരണകളൊക്കെ ഉണ്ട്. പക്ഷെ ബിഗ് ബോസിൽ വന്ന് നാദിറയുടെ അത്രയും ദിവസത്തെ പെർഫോമൻസ് നമ്മളോടൊക്കെ നമ്മളുമായിട്ട് ഡീൽ ചെയ്യുന്നതും സംസാരിക്കുന്നതും ഇടപഴകുന്നതും എല്ലാം കാണുമ്പോൾ അവരുടെ മൈൻഡിൽ ഉണ്ടായിരുന്ന ആ തെറ്റായ ഇമേജ് പോലും മാറ്റാനായിട്ട് കുറേയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഒരു എഡ്യൂക്കേഷൻ കൂടി. പിന്നെ എന്തോരം അവൾക്ക് അറിയുന്ന നോളേജ് എല്ലാം അവള് ഷെയർ ചെയ്യുമായിരുന്നു. അപ്പൊ ആ രീതിക്ക് നാദിറ ഒരുപാട് കാര്യം മാറ്റിമറിക്കാനായിട്ട് നാദിറയെ കൊണ്ട് പറ്റി. ആക്ച്വലി അതിന്റെ ഉള്ളിൽ നിൽക്കുമ്പോ പോലും നമുക്ക് അറിയില്ല പുറത്ത് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. ഒരു കടലപ്പാട്ട് ഇറങ്ങും അങ്ങനെയൊക്കെ നമ്മൾ അറിഞ്ഞു പോലില്ല. പുറത്തിറങ്ങിയപ്പോ ഭയങ്കര രസമായിരുന്നു, നല്ല രസമായിരുന്നു. പുറത്തിറങ്ങിയിട്ട് ഫസ്റ്റ് മൊബൈൽ കിട്ടുമ്പോ യൂട്യൂബില് നമ്മൾ സെർച്ച് ചെയ്ത് നോക്കുമല്ലോ. ഞാൻ എന്നെ തന്നെയാണ് ഞാൻ നോക്കിയത്. എന്നെ നോക്കിയിട്ട് എൻ്റെ വേറൊന്നുമല്ല ഞാൻ നോക്കിയത്. ഞാൻ ഇതിൻ്റെ ഫസ്റ്റ് എപ്പിസോഡിന് കയറുന്ന സമയത്ത് എനിക്ക് വീട്ടിൽ വെള്ളത്തിൻ്റെ ക്യാൻ പൊക്കിയപ്പം മറ്റും എനിക്കെന്തോ ബാക്കിൽ എന്തോ പിടിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് നമ്മൾ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്നത്. അപ്പം തന്നെ അവർ വിളിക്കുകയും ചെയ്തു. അപ്പം ഞാൻ കാരവനിൽ ഇരിക്കുന്ന സമയത്ത് പെർഫോമൻസ്, എനിക്ക് സ്റ്റാർട്ടിങ്ങിൽ ഒരു പെർഫോമൻസ് ഉണ്ടായിരുന്നു, ഒരു ഡാൻസ്. അപ്പം അതിന് മുന്നേ കാരവനിൽ ഇരിക്കുമ്പോൾ ഞാൻ ഈ വലിയ ബെൽറ്റ് ഇല്ലേ, ആ ബെൽറ്റ് ഒക്കെ ഇട്ടിട്ടാണ് ഡോക്ടർ പറഞ്ഞു അവിടെ പോവുകയാണെങ്കിൽ ഇത് യൂസ് ചെയ്യണം, ടാബ്ലറ്റ്സ് എല്ലാം കഴിക്കണമെന്ന്. അപ്പം ഞാൻ ബെൽറ്റ് ഇട്ടിട്ട് താഴെ ബെൽറ്റ് ഇട്ട് മേലെ ഡ്രസ്സ് വെച്ചിട്ടാണ് ഞാൻ ഡാൻസ് ചെയ്തത്. അല്ല, ഡാൻസ് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നില്ല, റിഹേഴ്സലിന് ബെൽറ്റ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ആ ഡാൻസ് ചെയ്യുമ്പോൾ ഒട്ടും കോൺഫിഡൻ്റ് അല്ലായിരുന്നു. എന്നാലും അതിന് കയറിയപ്പോൾ പിന്നെ ഒന്നും ആലോചിച്ചില്ല. അപ്പോൾ ഉള്ളിൽ കയറിയപ്പോൾ പോലും ഏതെങ്കിലും ഒരു എപ്പിസോഡ് വന്ന് ലാൽ സാർ ആ ഡാൻസ് ഒന്ന് കാണിച്ചിരുന്നെങ്കിൽ അത്രമാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പുറത്തിറങ്ങി വന്നതും മൊബൈൽ കൈ കിട്ടിയത് ആദ്യം യൂട്യൂബിൽ പോയിട്ട് റെനീഷ ഇൻട്രോ ഡാൻസ് ഇൻ ബിഗ് ബോസ് എന്നുള്ള രീതിയിലാണ് ഞാൻ ടൈപ്പ് ചെയ്ത് നോക്കിയത്. അപ്പൊ അത് കണ്ടപ്പോ ആ ഒരു പെയിനോ അല്ലെങ്കിൽ ആ ഒരു കോൺഫിഡൻസിലായ്മ ഒന്നും ആ പെർഫോമൻസിൽ കണ്ടില്ല. അപ്പൊ ഐ വാസ് റിയലി ഹാപ്പി. പിന്നെ യു ആർ എ വെരി വണ്ടർഫുൾ. താങ്ക് യു. മീനാക്ഷിക്ക് എന്നെ ഉണ്ടായിരുന്നു എന്നുള്ളത് എനിക്ക് ഇപ്പോഴാട്ടോ മനസ്സിലായത്. കാരണം പറയുന്ന എല്ലാം നന്നായി നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്.
ഞാൻ പറഞ്ഞില്ല, ഭയങ്കര ഇഷ്ടത്തോടെ ഞാൻ ആ സംസാരിക്കുന്നുണ്ട്. ഷോ Thank you so much. വെൽക്കം. ഞാൻ ആ ഷോ ഭയങ്കരമായിട്ട് കാണുന്ന ഒരു പേഴ്സൺ ആണ്. അപ്പം ഇനിയിപ്പോ അടുത്ത സീസൺ വരുമ്പോൾ നമ്മളെല്ലാരും ഭയങ്കരമായിട്ട് ആന്റിസിപ്പേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം ഇനി അടുത്ത സീസൺ വരുമ്പോ എന്റെ മനസ്സിലിപ്പം എനിക്ക് ഇന്ന കുറച്ച് ആൾക്കാർ വന്നാൽ കൊള്ളാം എന്നൊക്കെ ഉണ്ടാവും. അങ്ങനെ റെനീഷയുടെ ഒരു 6 പ്രഡിക്ഷൻസ് നമുക്ക്. അയ്യോ, എനിക്ക് സത്യമായിട്ട് എനിക്ക് അറിഞ്ഞൂടാ. കാരണം എന്താണെന്നറിയോ, ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു എന്റർടൈൻമെന്റ് ഷോ ആണ്. ആൾക്കാരെ എന്റർടൈൻ ചെയ്യിക്കുക എന്നുള്ളതാണ്. എന്തായാലും ബിഗ് ബോസിൽ ഈ ഒരു സീസൺ കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാ സീസണും അവർ അങ്ങനെയാണ് ശ്രദ്ധിക്കാറ്. ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ഉള്ള കുറെ പേര് ഒന്നിച്ചിടുമ്പോഴായിരിക്കും അവിടെ ഒരു രസം ഉണ്ടാവും, ഒരു മസാല ഫീൽ കിട്ടുന്നത്. ലൈക്ക് സെന്റിമെന്റ്സ് ഉണ്ടാവണം, ഹാപ്പിനെസ് ഉണ്ടാവണം, കുറച്ച് ചളിയടി ഉണ്ടാവണം, ഇമോഷൻസ് ഉണ്ടാവണം, ഒരു ലവ് ഉണ്ടാവണം. അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും മിക്സപ്പ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് ബിഗ് ബോസ് ടീം എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. ഈ സീസണും അതേപോലെ തന്നെ അത് ആ ഒരു ടാർഗറ്റ് അവർ അക്കംപ്ലിഷ് ചെയ്യട്ടെ. ഭയങ്കര രസമുള്ള ആൾക്കാരെ വ്യൂവേഴ്സിനെ നല്ല രീതിയിൽ കൊള്ളാതെ ഒരു 3 പേരുടെ പേരെങ്കിലും റെനീഷ എടുത്തു. അപ്പൊ ഞാൻ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഒരു പേര് ഞാൻ പറയാം, ഓക്കെ അശ്വന്ത് കോക്കൊക്കെ വന്നാൽ രസം ഉണ്ടാവും. പിന്നെ നമ്മുടെ നാഗസൈനന്ദ്ര ചേച്ചിയൊക്കെ വന്നാൽ രസമായിരിക്കും. ശരിയാണ്, എനിക്ക് തോന്നാറുണ്ട്. അങ്ങനെ ചോദിച്ചു എന്ന് വെച്ചാൽ ഇപ്പൊ നാഗ ചേച്ചിയൊക്കെ ഇൻഫ്ലുവൻസർ ലൈക്ക് ആ ഒരു കാറ്റഗറിയിലല്ലേ വരിക. യൂട്യൂബിലല്ല, ഇൻസ്റ്റഗ്രാം അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. ഞാൻ കണ്ടിട്ടുണ്ട്, രസമായിരിക്കും. അങ്ങനെ ചോദിച്ചാൽ പെട്ടെന്ന് ഇങ്ങനെ 6 പേരെന്നൊക്കെ ചോദിച്ചാൽ അറിയില്ല. വരട്ടെ, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ഓഡിയൻസിന് കൂടുതൽ അറിയാൻ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് വരട്ടെ. ഒരു കലിപ്പൻ ഉണ്ടാവണം, ഒരു കാന്താരി ഉണ്ടാവണം, ഒരു കൊമേഡിയൻ ഉണ്ടാവണം. അങ്ങനത്തെ എല്ലാ ഒരു മിക്സ് ചെയ്ത് വരുമ്പോഴാണ് കാണാൻ ഒരു രസം. പെട്ടെന്ന് ഇങ്ങനെ 6 പേരൊക്കെ ചോദിച്ചെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പൊ നിങ്ങളെല്ലാരെയും നമ്മൾക്ക് സ്ക്രീനിലൂടെയും ഒക്കെ നമ്മൾക്ക് ഇതിനു മുമ്പ് കണ്ട് പരിചയമുള്ള ആൾക്കാരാണ്. പക്ഷെ നിങ്ങളുടെ എല്ലാവരുടെ ഇടയിൽ ഒരാളെ നമുക്ക് യാതൊരു പരിചയമില്ലാത്ത ഒരു പേഴ്സണെ ബിഗ് ബോസ് കൊണ്ടുവന്നിടും. ദാറ്റ് ഈസ് എ കോമണർ. അപ്പം അങ്ങനെ ഒരാൾ വരുമ്പോ കഴിഞ്ഞ തവണ ഗോപിക്കുണ്ടായിരുന്നു. അപ്പം കുറെ നെഗറ്റീവ്സ് ആയിരുന്നു പുള്ളിക്കാരത്തേക്ക് ആദ്യം വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം വൈ ഡു യു തിങ്ക് അങ്ങനെ ഒരു സംഭവം ആദ്യം ഒരു ബേസിക് സപ്പോർട്ട് ഇല്ലാണ്ട് വരുന്നതിന്റെ ഒരു പ്രശ്നമാണെന്നാണോ തോന്നുന്നത്? അല്ല, ആക്ച്വലി ഞാനൊക്കെ വിചാരിച്ചിരുന്നത് കോമണർ ആയത് കാരണം അതൊരു പ്രിവിലേജ് ആയിരിക്കും. കാരണം സാധാരണ ജനങ്ങളിൽ നിന്നും ഇപ്പൊ ബാക്കിയുള്ളവരെന്ന് പറയുമ്പോൾ സിംഗേഴ്സ് ആയിരിക്കും, ഡാൻസേഴ്സ് ആയിരിക്കും, ആർട്ടിസ്റ്റുകളായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ പ്രൊഫഷണൽസ് ആയിരിക്കും. അങ്ങനെയുള്ളവർ വരുമ്പോഴും ഒരു സാധാരണക്കാരിൽ നിന്ന് ഒരാൾ വരുമ്പോഴും രണ്ടും രണ്ടായിട്ടാണ്. കുറച്ചുകൂടെ കൂടുതൽ സപ്പോർട്ട് ആ കോമണർക്കായിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷെ ഗോപികയായിരുന്നു ലാസ്റ്റ് ടൈമിലെ കോമണർ. ഗോപികയായിട്ട് സ്റ്റാർട്ടിങ് ഞാൻ നല്ല വഴക്കായിരുന്നു. ഗോപിക എൻ്റെ ഒരു ചെയിൻ മോഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. ലൈക്ക് അവിടെ കിട്ടിയൊരു സംഭവമായിരുന്നു. അത് സേഫ് ആവാനുള്ളൊരു ചെയിൻ ആയിരുന്നു. അത് സൂക്ഷിക്കണം എന്ന് ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതുകൊണ്ട് ഒരു ഉപകാരം ഇല്ലായിരുന്നു എന്ന് പിന്നെയാണ് മനസ്സിലായത്. നമ്മള് കുളിക്കുമ്പോ പോലും ഇത് എടുത്തോണ്ടാ പോവാ, ആരെങ്കിലും മോഷ്ടിച്ചോണ്ട് പോകുന്നു. എന്നിട്ട് നമ്മൾ അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചിരുന്ന ഒരു മാല രാവിലെ എണീറ്റും മറ്റും നോക്കിയപ്പോ ആ സാധനം കാണാനില്ല. അപ്പൊ എനിക്ക് ഭയങ്കര വിഷമമായി. ഞാൻ അത്രയും ദിവസം നിന്നിട്ട് എനിക്ക് ഒരാള് ഒരു എന്താ പറയാ ഒരു കോംപ്ലിമെന്റ് പോലെ എനിക്ക് തന്നതാണ്, നല്ലതാണ്, ഇത് നീ ഡിസേർവിംഗ് ആണെന്ന് പറഞ്ഞ് വെച്ചിട്ട് അത് മോഷണം പോയപ്പോ എനിക്ക് ഭയങ്കര സങ്കടമായി. പിന്നെ ഞാൻ അറിഞ്ഞു അത് ഗോപിക്കാണ് എടുത്തത്. അപ്പൊ എനിക്ക് നല്ല ദേഷ്യമായി, മീൻസ് ഇത് എടുത്തു എന്നുള്ള രീതിയിൽ. പിന്നെ എനിക്ക് അങ്ങനത്തെ ദേഷ്യമുള്ളത് കാരണം പിന്നെ ആ ദേഷ്യമൊക്കെ ഞാൻ മുഖത്ത് നോക്കി പറയാറുണ്ടായിരുന്നു കേട്ടോ. അത് ഗോപിയുടെ അടുത്ത് പറഞ്ഞിട്ടുമുണ്ട്, ഗോപികയ്ക്ക് അത് അറിയുകയും ചെയ്യാം. പിന്നീട് എനിക്ക് അവളോട് ഇഷ്ടമായി. പിന്നെ ഞങ്ങൾ കോണ്ടാക്ട് ഉണ്ടായിരുന്നു. ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ഞങ്ങൾ കോണ്ടാക്ട് ഉണ്ടായിരുന്നു. ഇപ്പൊ കുറച്ചായിട്ടാണ് കോണ്ടാക്ട് ഇല്ലാത്തത്. അപ്പം ആ കോമണർ വരുന്നത് ഒരു ബെനിഫിറ്റ് ആയിട്ടാണ് നിങ്ങൾ കരുതുന്നത്? എല്ലാവരും ഇപ്പൊ ലാസ്റ്റ് ടൈം തൊട്ടാണ് കോമണർ വന്നിട്ടുള്ളത്. അപ്പോൾ ഗോപിക എങ്ങനെയാണെന്നുള്ളത് ആൾക്കാർ മനസ്സിലാക്കി. അത്രയും ദിവസം നിന്നു, അത്രയും സപ്പോർട്ട് കിട്ടി, എല്ലാം ഓക്കെ. ഇനി അടുത്ത കോമണർ ഒരു പക്ഷെ ഗോപികയെ പോലെ ആയിരിക്കില്ല. എങ്ങനെയായിരിക്കും എന്ന് പറയാൻ പറ്റില്ല. എല്ലാവരും സെപ്പറേറ്റ് ഇൻഡിവിജ്വൽസ് അല്ലേ. അപ്പൊ എങ്ങനത്തെ ഒരാളെ ആയിരിക്കും കാസ്റ്റ് ചെയ്യാന്ന് പറയാൻ പറ്റില്ല. പക്ഷെ രസമായിരിക്കും അങ്ങനെയുള്ളവര്. കാരണം നമ്മളൊക്കെ എന്ന് പറഞ്ഞാല് ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിലാണ് എന്നെ അതിലോട്ട് ഇട്ടത്. ഇപ്പൊ കോമണർ എന്ന് പറയുമ്പോൾ പബ്ലിക്കിന്റെ സപ്പോർട്ടും ഉണ്ടാവും, നമ്മൾ ഹിഡൻ ടാലൻസ് അവർക്കും ഒരുപാട് ഉണ്ടാവും. ഇപ്പൊ ഗോപികയ്ക്ക് ഇതിൽ വന്നിട്ട് അസലായിട്ട് ഒരു പെർഫോമൻസ് ഒക്കെ ഉണ്ടായിരുന്നു, ശാരദയൊക്കെ ആയിട്ട് ഉള്ള പെർഫോമൻസ് ഒക്കെ. അപ്പൊ കോമണർക്ക് ഹിഡൻ ടാലൻസ് ഒരുപാട് ഉണ്ടാവും. അപ്പൊ അതും കൂടെ
ഷോക്കേസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ആവാമല്ലോ. ബിഗ് ബോസ് തീർച്ചയായിട്ടും രസമായിരിക്കും. ഭയങ്കര ഒരു വലിയ എക്സ്പോഷർ തന്നെയാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു ഈ സിനിമയാണ് ഒരു ചൂടുവെപ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് റെനീഷയുടെ കാര്യത്തിൽ പറയാം. പക്ഷെ ഇതല്ലാണ്ട് വേറെ കുറച്ച് സിനിമയിലും കൂടെ റെനീഷ മുഖം കാണിച്ചിട്ടുണ്ട്. അത് ഏതൊക്കെയാണ്? പണ്ട് ചെറുതിൽ ചട്ടമ്പിനാടിലൊക്കെ ഉണ്ട് എന്നോട് പറഞ്ഞു. ചട്ടമ്പിനാടില് പക്ഷെ ആ പാട്ട് കാണുമ്പോ മീനാക്ഷി കണ്ണടക്കരുത്. ചെങ്കദലി പാട്ടിൽ അതന്നെ, അത് കണ്ണടച്ചാ പോയി. ചെങ്കദലി പാട്ടിലുണ്ടോ? അതിലുണ്ട്. ശരി. അതില് റായലക്ഷ്മി ഇങ്ങനെ ഒരു രാധയും മാധവനും വഴിനി അത് അങ്ങനെ ഒരു സോങ് വരുന്ന സമയത്ത് പുള്ളിക്കാരി വന്ന് ഇങ്ങനെ ഹഗ് ചെയ്യുന്ന കുട്ടികള് അതിലുള്ള രാധ അല്ല ഇതല്ലല്ലോ അതിലുള്ള രാധ ഞാനായിരുന്നു. അതിലുള്ള രാധ ഞാനായിരുന്നു. അതാ ഞാൻ പറഞ്ഞ കണ്ണടക്കരുത്, കണ്ണടച്ചാ പോവും. അതുപോലെ ചട്ടമ്പി നാട്ടിലുണ്ടായിരുന്നു, കവി ഉദ്ദേശയിലുണ്ടായിരുന്നു, കിട്ടി കിട്ടി പാദസരം കിട്ടി എന്ന് പറയുന്നത് അത് ഞാനാണ്. പിന്നെ അതുപോലെ എന്നും നിന്റെ മൊയ്തീനിലുണ്ട് ബൈബിള് വായിക്കുന്ന ഒരു കുട്ടി ഞാൻ. പക്ഷെ അതിനകത്ത് നമുക്ക് അത്യാവശ്യം അറിയാൻ പറ്റും ആളെ, കാരണം കുറച്ചു നേരം ഉണ്ടല്ലോ. അത് കുറച്ചു നേരമൊന്നുമില്ല. കാഞ്ചനമാലയുടെ അല്ല, കാഞ്ചനമാലയുടെ ഹോസ്റ്റൽ സീനില് കാണിക്കുന്ന ഹോസ്റ്റലല്ല, അവരൊരു പള്ളിയില് രണ്ടുപേരും ബാക്കിലിരുന്ന് സംസാരിക്കുന്ന സമയത്ത് ഫ്രണ്ടിലിരുന്ന് ബൈബിൾ വായിക്കുന്ന കുട്ടി ഈ കുട്ടിയാണ്. ചട്ടമ്പിനാടാണ് പക്ഷെ ആദ്യം ചെയ്ത ഫിലിം. എങ്ങനെയാണ് അപ്പൊ അതിനകത്ത് രാധയായി മാറിയത്? അതെങ്ങനെയാണെന്നറിയോ, നമ്മുടെ പാലക്കാട് കാസ്റ്റിംഗ് ഡയറക്ടേഴ്സ് ഉണ്ട്, ലൈക്ക് ഇങ്ങനെ ക്രൗഡ് എല്ലാം സെറ്റ് ചെയ്ത് കൊണ്ടുവന്നത്. അപ്പൊ എന്നെ ഫസ്റ്റ് ടൈം അങ്ങനെ ക്യാമറയുടെ മുന്നിൽ എത്തിക്കുന്നത് പ്രതീഷ് ഏട്ടൻ എന്ന് പറയുന്ന ഒരു ചേട്ടനാണ്. പ്രതീഷ് ഏട്ടൻ ത്രൂ ആണ് ഞാൻ പോകുന്നത്. അപ്പൊ ഇങ്ങനെ കുറെ കുട്ടികളും കുറെ അച്ഛനമ്മമാര് ക്രൗഡ് വേണമല്ലോ, അപ്പൊ അതിനു വേണ്ടി കൊണ്ടുപോയി. അപ്പൊ ഇങ്ങനെ അതിന്റെ ഡയറക്ടറോ അസോസിയേറ്റോ ആരോ ആണെന്ന് തോന്നുന്നു, 2 കുട്ടികൾ വേണം, ഒരു രാധയും കൃഷ്ണനും ആയിട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ വേറൊരു ചേച്ചി വിളിച്ചു, എന്നെ വിളിച്ചു, ഇത് രാധ ഇത് കൃഷ്ണൻ എന്നുള്ള രീതിയിൽ പറഞ്ഞു. അങ്ങനെ സോ സിമ്പിൾ. അങ്ങനെയാണ് ആദ്യമായിട്ട് മുഖം കാണിച്ചത്. പിന്നെ അതൊക്കെ തിയേറ്ററിലൊക്കെ പോയിട്ട് കണ്ട് ഭയങ്കര അയ്യോ സ്കൂളിലൊക്കെ പോയി എമ്മാതിരി ഷൈൻ ചെയ്യലായിരുന്നു അറിയാം. അതായത് ആ സമയത്തൊക്കെ ഞാൻ തള്ളിനൊന്നും ഒരു കണക്കില്ല. അന്നത്തെ ഷോർട്ട് അന്നത്തെ കംപ്ലീറ്റ് റായലക്ഷ്മിയെ കണ്ടു, പക്ഷെ മമ്മൂക്കിയൊന്നും കണ്ടിട്ടില്ല. പക്ഷെ സ്കൂളിൽ പോയിട്ട് ആരാ അത് സത്യമൊക്കെ പറയുന്നു. സ്കൂളിൽ പോയി മമ്മൂക്കയെ കണ്ടു, മറ്റേ റായലക്ഷ്മി തൊട്ടു പിടിച്ചു സംസാരിച്ചു ഫോട്ടോ ഒക്കെ എടുത്തുള്ള കേട്ടോ. പക്ഷെ മമ്മൂട്ടി സാറെ ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ മമ്മൂക്കിയൊക്കെ കണ്ടതായിട്ടാണ് ഞാൻ സ്കൂൾ ടൈമിലൊക്കെ തള്ളിയിട്ടുണ്ടായിരുന്നത്. സ്വാഭാവികമാണ്. സുരാജ് വെഞ്ഞാറമ്മൂട് ഉണ്ടായിരുന്നു, പക്ഷെ അവരെ കണ്ടില്ല. എന്റെ തള്ളായിരുന്നു അത്. ഞാനിപ്പോ അത് വിശ്വസിച്ചു കേട്ടോ. ആണോ? അല്ല നമ്മൾ സ്കൂളിൽ പോയിട്ട് തള്ളിയ കഥകൾ പറഞ്ഞതാണ്. അടിപൊളി എന്തായാലും. അപ്പം ഇതിനകത്ത് എക്സിറ്റില് കമ്മിങ് ബാക്ക് ടു എക്സിറ്റിൽ ചെയ്തിട്ടുള്ളത് ഒരു സീരിയസ് കൈൻഡ് ഓഫ് ഒരു റോളാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ റെനിഷയുടെ ഈ ഒരു കുട്ടിത്തരവും അതായത് ആ അമ്മുമായിട്ട് കാണാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇനിയിപ്പം ഒരു റൊമാൻറ്റിക് പ്രോജക്റ്റ് വന്നു തന്നെ ഇരിക്കട്ടെ, ഇതിനു മുമ്പ് കണ്ട ഏതെങ്കിലും ഒരു സിനിമയിലെ ഒരു റോള് അങ്ങനത്തെ രീതിയിലുള്ള റോള് വന്നാൽ കൊള്ളാം എന്ന് തോന്നുന്നുണ്ടോ? ലൈക്ക് ഏതെങ്കിലും ഒരു റെഫറൻസ് പോലെ ഓക്കെ ഇങ്ങനത്തെ ഒരു ഇത് ചെയ്ത് കഴിഞ്ഞാൽ രസം ഉണ്ടായിരിക്കും. ശോഭന ചേച്ചിയൊക്കെ ചെയ്യുന്ന, ശോഭന മാമൊക്കെ ചെയ്യുന്ന ആ ഒരു ടൈപ്പ് ഒക്കെ എനിക്ക് ഇഷ്ടമാണ്. ചിത്രത്താഴായാലും എന്താ പറയാ നമ്മുടെ ഏതാ കാർത്തുമ്പി, അതിലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മളൊക്കെ കുട്ടിയായിരുന്നപ്പോൾ തൊട്ട് നമ്മൾ കാണുന്ന, ഇപ്പോഴും നമ്മൾ ഏതെങ്കിലും ചാനലിലും മൂവി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പകുതി വെച്ചിട്ടാണെങ്കിൽ ഇരുന്ന് കാണുന്ന ഒരു മൂവിയല്ലേ. അതുകൊണ്ടാണ് ആ ഒരു പാറ്റേൺ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ശോഭന മാമിന് ഭയങ്കര ഫാൻ അതുകൊണ്ടാണ് തോന്നുന്നത് നാഗവല്ലി തന്നെ അതിന് വേണ്ടി. അല്ല അങ്ങനെയല്ല, നമ്മള് മണിച്ചിത്രത്താഴൊക്കെ ചെറുത് മുതൽ കാണുന്ന, ഇപ്പോഴും കണ്ടാൽ ഇരുന്ന് കാണുന്ന ഒരു പടമാണല്ലോ. നമ്മൾ അത്ര ഇഷ്ടപ്പെട്ട് കാണുന്ന ചില പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. തീർച്ചയായിട്ടും അങ്ങനൊരു എന്താ പറയാ അങ്ങനത്തെ ഒരു സബ്ജക്റ്റ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യണം. എന്റെ മാക്സിമം ബെസ്റ്റ് എന്നുള്ള രീതിയിൽ തന്നെ ചെയ്യണം. ഓക്കെ, അപ്പൊ എന്തായാലും വൈൻഡ് അപ്പ് ചെയ്യാനായിട്ട് സമയമുണ്ട്. റെനീഷ, ബിഫോർ വൈൻഡിങ് അപ്പ് നമുക്ക് ആ നാഗവല്ലിയായിട്ട് എന്തെങ്കിലും 2 എന്റെ അമ്മേ നാഗവല്ലി ചത്തു ജീവനോടെ എണീപ്പിക്കുകയാണ്. എണീക്കും നാഗവല്ലി, എണീക്കും. നാഗവല്ലി നമ്മൾ കുഞ്ഞുനാള് മുതൽ കാണാണെന്നൊക്കെ പറഞ്ഞിട്ട് ഡയലോഗൊക്കെ മറന്നുപോയല്ലോ പഠിച്ചോനെ. ചേട്ടാ விட மாட்டேன், அப்ப நீ என்ன இங்கிருந்து எங்கேயும் போக விட மாட்டேன். அயோக்கிய நாயே, உன்னை கொன்னு உன் ரத்தத்தை குடிச்சு உன்னை ஓங்காரம் அது இருந்தாയിരുന്നു
ഓക്കെ, അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് റനീഷ. മീനാക്ഷിയുടെ അടുത്ത് സംസാരിക്കാൻ പറ്റിയത് ഭയങ്കര സന്തോഷം. താങ്ക് യു സോ മച്ച്. രസമായിരുന്നു. എക്സിറ്റ് മാർച്ചിൽ റിലീസ് ആവാണ്, എല്ലാരും തിയേറ്ററിൽ പോയിട്ട് കാണാൻ, നമ്മുടെ സ്വന്തം അമ്മുവിനെ സപ്പോർട്ട് ചെയ്യുക. ഇനിയും ഒരുപാട് സിനിമകളിൽ എന്നെ സപ്പോർട്ട് ചെയ്ത് എന്നെ സ്നേഹിച്ച എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ് 100 days ഒക്കെ ബിഗ് ബോസിൽ നിൽക്കാൻ പറ്റിയത്. സോ ആ ഒരു ലവ് ആൻഡ് സപ്പോർട്ട് നമ്മുടെ എക്സിറ്റിനും വേണം. എല്ലാവരും ഒരു മസ്റ്റ് വാച്ച് മൂവി തന്നെയാണ്, ഒരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും, തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. സോ ആ ഒരു ഇമ്പാക്റ്റ് കിട്ടണം, അല്ലെങ്കിൽ ആ ഒരു ഫീല് കിട്ടണം, നമ്മൾ ചെയ്തു വെച്ചേക്കുന്നത് എന്താണെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി വാച്ച് ചെയ്യണം. സോ ഡോണ്ട് മിസ് ഇറ്റ്. താങ്ക് യു സോ മച്ച്. അപ്പൊ വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ ഇപ്പൊ തീരുട്ടോ, എല്ലാ സീരിയൽ ആർട്ടിസ്റ്റുകളെ കാണുമ്പോഴും നമ്മളിങ്ങനെ ചോദിക്കുന്നതാ, അപ്പൊ ഇനി സീരിയൽ ചെയ്യുമോ? അങ്ങനൊന്നുമില്ല, ലൈക്ക് ചെയ്യായികയൊന്നുമില്ല. നമ്മൾ വന്ന വഴി എപ്പോഴും മറക്കരുത്. അങ്ങനെയല്ല, നമ്മൾ ഒരു പ്രൊഫഷനെയും അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റിനെയും നമ്മൾ അങ്ങനെ ചെറുതാക്കി കാണരുത്. എന്റെ റൂട്ട് എന്ന് പറയുന്നത് ഞാൻ സീരിയൽ തന്നെയാണ് വന്നത്. സിനിമയിലെത്തിയതിന് ബിഗ് ബോസ് കാരണം, ബിഗ് ബോസിലെത്തിയത് ചട്ടമ്പിനാട് കണ്ടിട്ടൊന്നും എന്നെ ആരും റെക്കഗ്നൈസ് ചെയ്തിട്ടില്ല. ഞാൻ സീരിയലൊക്കെ ചെയ്ത് പിന്നീട് ഞാൻ ചട്ടമ്പിനാട്ടിലൊക്കെ ഉണ്ടെന്ന് പറയുമ്പോഴാണ് ആൾക്കാർ അത് റെക്കഗ്നൈസ് ചെയ്യുന്നത്, മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ കാണിച്ചു കൊടുക്കണം അതേ അതാണെന്ന്. അപ്പൊ എന്റെ റൂട്ട് എന്ന് പറയുന്നത് സീരിയൽ തന്നെയാണ്. അപ്പൊ സീരിയലിന് നല്ല പ്രോജക്റ്റ് ആണ്, എനിക്ക് ചെയ്യാൻ പറ്റുന്ന സംഭവമാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ചെയ്യും. പിന്നെ അടിപൊളി. അപ്പം ഗൈസ്, ഇന്റർവ്യൂ ഇവിടെ കഴിയാണ്. ഞാൻ ഇപ്പൊ തന്നെ ചട്ടമ്പിനാടിലെ ചെങ്കതിൽ പാട്ടെടുത്ത് കാണാം. നിങ്ങൾ നോക്കും, നമുക്ക് കുഞ്ഞ് റനീഷ കാണാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു മീനാക്ഷി. താങ്ക് യു. ഇറ്റ് വാസ് നൈസ് മീറ്റിംഗ്. ഓക്കെ, അപ്പൊ നമുക്കിനി വീണ്ടും വേറൊരു ഇന്റർവ്യൂവിൽ കാണാം. Till then, bye bye. Bye bye.